ആരാധന. കുഞ്ഞാടേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധന. കുഞ്ഞാടേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഈ ആരാധനയിലെ എൻ്റെ കൈകൊണ്ട് അങ്ങയെ തൊടാൻ എൻ്റെ ഹൃദയം കൊണ്ട് അങ്ങേ അനുഭവിക്കുവാൻ എൻ്റെ അന്തരംഗങ്ങളെ ആശീർവദിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. 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 ഉടമ്പടി ആരാധനയുടെ ഒരു പ്രത്യേകത സാക്ഷ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ്. അതായത് ഉടമ്പടി ആരാധന ഓൺലൈനിൽ കൂടിയാലും അതുപോലെ തന്നെ പഴയ ആരാധനകൾ എടുത്തു കൂടിയാലും ഒക്കെ അതിലൂടെ ദൈവം നമ്മോട് ആത്മാർത്ഥമായിട്ട് ദൈവത്തെ തേടുന്നവർക്ക് ദൈവം എക്കാലങ്ങളിലും സമീപസ്ഥനാണ്. സങ്കീർത്തകൻ്റെ ആഴമായ ദൈവാനുഭവമാണ്. ആത്മാർത്ഥതയോടെ ദൈവത്തെ അനുഭവിക്കണം, ദൈവത്തെ തേടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ദൈവത്തെ തേടുന്നതെങ്കിൽ ഏത് മീൻസിലൂടെയും ഏത് മാർഗത്തിലൂടെയും ദൈവത്തെ നമുക്ക് സമീപസ്ഥനാണ്, ദൈവത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു കണ്ണൂർ സഹോദരിയുടെ സാക്ഷ്യം, ബിന്ദു ആൻഡു, അവരുടെ ഒരു സാക്ഷ്യം ഒരു പ്രത്യേക സാക്ഷ്യമാണ്. നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് ഈ അവരുടെ പ്രശ്നം ആദ്യം പറയാം. അവർ ഉടമ്പടി ചെയ്യാനുണ്ടായ ഒരു സാഹചര്യമുണ്ട്. അതായത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ചിലപ്പോൾ അത് ബാധകമാകും. അവർക്ക് ഉള്ളൊരു വിഷയം ജപ്തിയാണ്. ഇപ്പം മാർച്ച് മാസം കഴിഞ്ഞില്ലേ ഇപ്പോൾ അല്ലേ? മാർച്ച് മാസം എല്ലാവർക്കും ഇപ്പോൾ ബാങ്കിൽ നിന്നൊക്കെ പേപ്പർ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇവർക്ക് ജപ്തി പേപ്പറല്ല വന്നത്, ജപ്തിയാണ് വന്നത്. കൃപാസനത്തിൽ ജപ്തി വന്ന അയാൾ അന്ന് തന്നെ കാണും, പിന്നെ അയാളെ മാറ്റി വെക്കത്തില്ല. അടിയന്തര വിഷയങ്ങളെല്ലാം കാണും. നിങ്ങൾ ഉടമ്പടി ഒന്ന് പുതുക്കി കറക്റ്റായിട്ട് നിന്നാൽ മതി. ഉടമ്പടി ബേസ്ഡായിട്ട് നിങ്ങൾ സിൻസിയറാണെന്ന് ഞങ്ങൾക്ക് ഓഫീസിൽ നിന്ന് തോന്നിയാൽ നിങ്ങളുടെ ഏത് വിഷയവും ഏത് സമയത്തും എടുക്കും. വിഷയത്തിനാണ് പ്രാധാന്യം, വ്യക്തികൾക്കൊന്നും ഒരു പ്രാധാന്യമില്ല. വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്വാധീനവും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രീതിയിൽ നമുക്ക് ഉടമ്പടിയിലേക്ക് വരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് റെക്കമെൻഡേഷൻസ് ഒന്നും സ്വീകരിക്കാത്തത്. നിങ്ങളുടെ വിഷയം ഓഫീസിൻ്റെ പറയുക, അത് കറക്റ്റായിട്ട് അവർക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉടമ്പടി ഫിറ്റാണെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ കാണാൻ പറയും. ഉടമ്പടി ഫിറ്റായി നിർത്തണം എപ്പോഴും. കാര്യം അങ്ങനെയാണ് ഈ ആൾക്കാർ സാക്ഷ്യങ്ങളെല്ലാം പറഞ്ഞു കൂട്ടണത്. സുനിൽകുമാർ, വിഴിഞ്ഞം ഫൊറോണ, ട്രിവാൻഡ്രം. അപ്പം അയാളുടെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഈ ബിന്ദു ആൻ്റെയുടെ പ്രശ്നം തന്നെ പോലെ തന്നെ ഈ സുനിൽകുമാറിൻ്റെ പ്രശ്നമൊക്കെ റീസെൻ്റ് ഉടമ്പടി ഇന്നലെയും മെനയുന്നതായിട്ട് പറഞ്ഞു പോയ സാക്ഷ്യങ്ങളാണിതെല്ലാം. അതായത് സുനിൽകുമാറിൻ്റെ സാക്ഷ്യം, അതായത് അയാളുടെ പ്രശ്നം പറഞ്ഞുതരാം. ഒന്ന്, പുള്ളിയുടെ വീട് ഉറഞ്ഞിട്ട് കമ്പിയെല്ലാം പുറത്ത് കാണുന്നു. വിഴിഞ്ഞം അതുപോലെ തന്നെ ആലപ്പുഴ, കൊല്ലം മേഖലയിലൊക്കെ കടലോരത്ത് താമസിക്കുമ്പോൾ അല്പം കമ്പി പുറത്ത് വന്നാൽ മതി, ഉപ്പുകാറ്റിൽ പെട്ടെന്ന് തുരുവിച്ച് അടന്നടന്ന് വീഴും. നമ്മൾ എത്ര ഭംഗിയായിട്ട് ചെയ്താലും ഭയങ്കര കഷ്ടപ്പാടാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട് അങ്ങനെ വന്നത്, അദ്ദേഹം പറയണത് 12 വർഷമായി എൻ്റെ വീട് ഇങ്ങനെ ഉറഞ്ഞ് കമ്പി പുറത്ത് കാണുമ്പോൾ ഉപ്പുകാറ്റടിച്ചിട്ട് അത് തുരുമ്പിച്ചിട്ട് അത് അടന്നടന്ന് വീഴും. അതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് 5.5 ലക്ഷം രൂപ കടമുണ്ട്. അതാണൊരു പ്രശ്നം. അപ്പോൾ വീട് ഒരു പ്രശ്നം, പിന്നെ എന്താണ്, കടം വേറെ പ്രശ്നം.
ഇനി കൊറോണയാണ്, അതുകൊണ്ട് ജോലിയില്ല. ആർക്ക്? അപ്പനും ഇല്ല ജോലി, മകനെയും ജോലിയില്ല, രണ്ടുപേർക്കും ജോലി വേണം. ഇതാണ് വിഷയം. അപ്പം ഇത് വെച്ച് അദ്ദേഹം ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ കോവിഡ് കാലമാണെങ്കിലും ഉടമ്പടി അദ്ദേഹം കൃത്യമായിട്ടാണ് ചെയ്യണത്. കാര്യം ഇതിനിടയ്ക്ക് മകൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇത് നടക്കും അപ്പ എന്നുവെച്ചാൽ അവന് ഈ ഗവൺമെൻറ് ജോലി വേണം, അതാണ് പ്രശ്നം. അതേ സമയത്ത് അതുകൊണ്ട് തന്നെ അപ്പൻ പറയും, നീ ഇത് കൃത്യമായിട്ട് എൻ്റെ കൂടെ ഒന്ന് കൂട്, അമ്മ ഇത് നിനക്ക് ചെയ്തു തരും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വത്തെന്ന് പറഞ്ഞാൽ, ഈ സുനിൽകുമാറിൻ്റെ സ്വത്തെന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസമാണ് അയാളുടെ സ്വത്ത്. അവിടെ കുറേ പ്രശ്നങ്ങളുണ്ട്. 5.5 ലക്ഷം രൂപ കടമുണ്ട്, പിന്നെ നിത്യവരുമാനം, അയാൾക്ക് ഒരു കടയുണ്ട്, ആ കടയിൽ ഇരുന്നിട്ട് കച്ചവടം ശരിയാകാനില്ല. അതുകൊണ്ട് അയാൾ വേറെ പണിക്ക് കരത്തൊഴിലിന് പോയി. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല. ആ സമയത്ത് വൈഫ് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സാധാരണ കുടുംബം, പക്ഷേ സകലവിധ പ്രശ്നങ്ങളൊരു കുടുംബമാണ്. പക്ഷേ എനിക്ക് ആ സാക്ഷ്യം കേട്ടപ്പോൾ തോന്നിയത്, സുനിൽകുമാർ ആ സാക്ഷ്യത്തിനോട്, ആ ഉടമ്പടിയോട് പക്ക പെർഫെക്റ്റായിട്ട് ഫിഡേലാണ്. പുള്ളി ഭയങ്കര ഫിഡേലാണ്. കൃത്യമായിട്ട് അത് ഉടമ്പടി വിഷയങ്ങൾ കൃത്യമായി തൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തുമെന്ന് അദ്ദേഹം പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഉടമ്പടി ചെയ്യും. ആ സമയത്ത് ചില ആൾക്കാരുടെ പ്രത്യക്ഷ പ്രാർത്ഥനയുടെ സമയം തെറ്റിപ്പോവും, ചിലർ പത്രത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ വൈകും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഇയാൾ അത് അങ്ങനെ വൈകുന്നതനുസരിച്ച് എന്താ സംഭവിച്ചാൽ നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഒരു വെള്ളം ഡയലൂട്ട് ഫോമിലാണ് ഇതെല്ലാം വൈകണത്. അല്ലെങ്കിൽ വൈകത്തില്ല, നമുക്ക് ചെയ്യാം, ശരിയാവുന്നൊക്കെ പറഞ്ഞ് പത്രങ്ങളൊക്കെ കൊണ്ട് വീട്ടിൽ വെക്കും, പള്ളിയിൽ പോവും. കത്തോലിക്സ് ആണെങ്കിൽ പള്ളിയിൽ പോയി കുമ്പസാരിക്കാം, അച്ഛനുണ്ടോ എന്ന് നോക്കും, അച്ഛനില്ല, തിരിച്ചു പോരും. പിന്നെ നാളെ പോകാമെന്ന്, അടുത്ത ആഴ്ച ചെയ്യാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഓരോ ഉടായ്പകൾ പറഞ്ഞ് പതുക്കെ ഈ സംഭവം ലാഗ് ചെയ്തുകൊണ്ടെടുക്കും. ഇത് ലാഗ് ചെയ്യുന്ന കൊണ്ടാണ് നിങ്ങളുടെ വിഷയം ലാഗ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ താമസിക്കണം. അപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, വളരെ കൃത്യമായ വിശ്വാസത്തോടെ അങ്ങയോട് ചെയ്ത ഉടമ്പടി നടപ്പിൽ വരുത്താൻ ആവശ്യമായ സൂക്ഷ്മതയുള്ള വിശ്വാസത്താൽ എന്നെ നിറക്കണമേ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സ്വരത്തില് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പോൾ പെട്ടെന്ന് തന്നെ സുനിൽകുമാറിൻ്റെ മകന് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായി. അദ്ദേഹത്തിന് ജോലി കിട്ടി, ഒറ്റാഴ്ചക്കുള്ളിൽ ജോലി കിട്ടി. പക്ഷേ ജോലി കിട്ടിയെങ്കിലും അവിടെ ഒരു എക്സർസൈസിൻ്റെ ഭാഗമായിട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ ഇവിടെ എവിടെയോ പോലീസിലോ CRP അങ്ങനെ ഫോഴ്സിലാണ് ജോലി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ജോലി കിട്ടിയ ഉടനെ എൻ്റെ എക്സർസൈസ് വന്ന് 50 കിലോ ഉള്ള ചാക്ക് ഇങ്ങനെ ചുമന്നുകൊണ്ട് മുതുകത്ത് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഇടറിപ്പോയി, ഒടിഞ്ഞുപോയി. ഇവിടെ 50 കിലോ ചാക്ക് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഇവിടുത്തെ പിൻകഴുത്തിൽ അസ്ഥി ഇങ്ങനെ വിട്ടുപോയി. അവിടെ ഒരു അള പോലെയായിപ്പോയി. അപ്പോൾ ചില സമയത്ത് എങ്കിലും അപ്പോൾ ഇവൻ ചോദിക്കുന്നുണ്ട്, ഇത് ശരിയാകും അപ്പ,
ഇനി എൻ്റെ ജോലി പോകുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് സുനിൽകുമാർ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി തൈലം ആ വിട്ടുപോയ സ്ഥലത്ത് ആ ഗ്യാപ്പിൽ വിശ്വാസപ്രമാണം ചൊല്ലി തേച്ചുകൊണ്ടിരിക്കും. 2 ദിവസം തേക്ക്, 2 ആഴ്ച തേക്ക് പ്രാർത്ഥിച്ച്. അപ്പോൾ ഒരു ഇഷ്യൂ വരുമ്പോൾ വിശ്വാസത്തിൽ എങ്ങനെയാണ് ആ മനുഷ്യനെ കൈകാര്യം ചെയ്യണത്? ഇത് അത്ര വലിയ പ്രായമുള്ള ആളൊന്നുമില്ല, 40 വയസ്സ് കാണും, അത്രേ ഉള്ളൂ. അപ്പോൾ ആ മനുഷ്യൻ്റെ പക്ഷേ വിശ്വാസം കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ഫെയ്ത്താണ്. അതുകൊണ്ടാണ് എൻ്റെ അകത്ത് കൃത്യമായിട്ട് ഈ ഉടമ്പടി തൈലം ഈ മനുഷ്യൻ വിശ്വാസപ്രമാണം ചൊല്ലി ഈ പിൻകഴുത്തിലെ കുഴിയിൽ തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി കുരിച്ചിട്ട് അത് നമ്മൾ വിചാരിക്കുന്ന സമയത്തിനേക്കാൾ നേരത്തെ അത് നികന്നു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. അപ്പോൾ പിന്നെ അദ്ദേഹം ആ ഉടമ്പടി ഫോളോ ചെയ്ത് അങ്ങനെ പോവുകയാണ്. അപ്പോഴേ അദ്ദേഹത്തിൻ്റെ അപ്പം മരിക്കും. ഇപ്പോൾ ഒരു ഉടമ്പടി ഫോളോ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് സംഭവിക്കുന്ന കാഷ്വാലിറ്റീസ് വിശ്വാസി എങ്ങനെ കാണുന്നു, അവിശ്വാസി എങ്ങനെ കാണുന്നു, അതൊരു വിഷയമാണ്. അപ്പോൾ നിങ്ങളവർക്ക് അപ്പനത് പ്രായമുള്ള അപ്പനാണ്. പക്ഷേ അപ്പൻ മരിക്കുന്നതിന് മുമ്പ് ഇയാളോട് ഒരു 5000 രൂപ ചോദിച്ചായിരുന്നു അപ്പൻ. അപ്പം അങ്ങനെ ചോദിക്കുന്ന ആളല്ല. അതായത് എല്ലാം തൻ്റെ ഒരു രീതിയിൽ തന്നെ ആരുടെ മുമ്പിലും മക്കളുടെ മുമ്പിൽ പോലും കൈ നീട്ടാതെ ജീവിക്കണം എന്നുള്ള അഭിമാനമുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെ കൂടിയ അഭിമാനമാണെന്ന് നമുക്കറിയത്തില്ല, അത് ഓരോരുത്തരുടെ നിലപാടാണത്. അപ്പോൾ അദ്ദേഹം 5000 രൂപ കൊടുത്തു, പെങ്ങളും അപ്പന് 5000 രൂപ കൊടുത്തു. കാര്യമൊന്നുമില്ല, അവരുടെ വീട്ടിൽ താമസിക്കുന്ന ആളാണ്. ചെറുക്കൊക്കെ ഇത്തിരി കാശ് കൈ ഇരിക്കണമെന്ന് എപ്പോഴും തോന്നത്തില്ലേ? അപ്പം അങ്ങനെ തോന്നുന്നില്ല, അപ്പന്മാർക്ക് പ്രായമുള്ളവർക്ക് പ്രത്യേകിച്ച് തോന്നും. അപ്പം അത് അങ്ങനെ എന്തൊരു സെക്യൂരിറ്റി പ്രോബ്ലമാണ് കൊടുത്ത്. പക്ഷെ 1 ആഴ്ച കഴിഞ്ഞപ്പോൾ അപ്പം മരിച്ചു. അപ്പോൾ നമ്മൾ അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പനെ അടക്കി എല്ലാം കഴിഞ്ഞ ശേഷം തിരിച്ച് പുള്ളി വരുമ്പോൾ അപ്പൻ്റെ പാസ്ബുക്കിൽ എഴുതി കൊടുത്തിരിക്കുകയാണ് ബാങ്കിൽ 5.5 ലക്ഷം രൂപ എൻ്റെ മകൻ, എൻ്റെ കയ്യിൽ ആസ്തി 5 ലക്ഷം രൂപയുണ്ട്, അത് എൻ്റെ കാലത്തിന് ശേഷം എൻ്റെ മകന് കൊടുത്തേക്കാൻ പറഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ സംഭവം വെച്ച് കഴിഞ്ഞാൽ 5 ലക്ഷം രൂപയാണ് കടം. അദ്ദേഹത്തിൻ്റെ കടം 5 ലക്ഷം രൂപയാണ്. അപ്പോൾ ആ പണം വാങ്ങിച്ചിട്ട് കുറേ സ്വർണ്ണം അപ്പൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് മക്കൾക്ക് 2 കൂടി എഴുതി വെച്ചിരിക്കുകയാണ്. പെങ്ങൾക്ക് കെട്ടിച്ചു വിട്ട പെങ്ങളുണ്ട്, അവക്കും ഇയാളുടെ പെൺകുഞ്ഞുങ്ങളുണ്ടാകും ചിലപ്പോൾ, അയാൾക്കും കൂടി അപ്പൻ എഴുതി വെച്ചിട്ട് അപ്പം മരിച്ചു. അപ്പോൾ അതെല്ലാം മാതാപിതാക്കന്മാരുടെയൊക്കെ എന്ത് ജസ്റ്റായിട്ടാണ് ചെയ്യണമെന്നറിയാം. അവർ വളരെ കൃത്യമായിട്ടാണ് ചെയ്യണത്. ആ 5 ലക്ഷം രൂപ എടുത്ത് അയാളുടെ കടം മേടി. ഇതെല്ലാം നടക്കുന്നത് ഒരു 3 മാസത്തിനുള്ളിലാണ് ഇതെല്ലാം നടക്കുന്നത്. പക്ഷെ അതല്ല, ഒരു മകൻ്റെ അപകടം, അപ്പൻ്റെ മരിപ്പ്, ഇങ്ങനെയുള്ള കാലാവസ്ഥ ഭേദങ്ങൾ. ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താണ്? കാലാവസ്ഥ ഭേദമല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ ഗ്ലോബൽ വാർമിംഗ് എന്നും പറഞ്ഞ് അനുഭവിക്കുന്നത് എന്താണ്? ഗ്ലോബൽ വാർമിംഗ് അതാണല്ല പൊതുവായിട്ട് തോന്നുമ്പോഴൊക്കെ മഴ പെയ്യണത്. ഒക്കിയൊക്കെ വന്നത് അങ്ങനെയല്ലേ. ഭൂമി ചൂട് പിടിക്കുന്ന കൊണ്ടാണ് ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ എന്നാ സംഭവിക്കുന്നത്? ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥ ഭേദങ്ങൾ വരും. അതുകൊണ്ട് തോന്നുമ്പോൾ കടൽ കയറും, തോന്നുമ്പോൾ പ്രളയം ഉണ്ടാകും. ഇങ്ങനെ നമുക്ക് ഒരു സെക്യൂരിറ്റി പോകുന്ന അവസ്ഥ. സെക്യൂരിറ്റി പോകുമ്പോഴും എപ്പോഴും നമ്മൾ ഇതുപോലെ ജീവിതത്തിലും ഉണ്ടാവും. കൃപാസനം മാതാവ് കാലാവസ്ഥ ഭേദത്തിൻ്റെ മാതാവാണ്. അതിപ്പോൾ നിങ്ങളറിയാം, കാലാവസ്ഥ ഭേദം, ക്ലൈമറ്റ് ചേഞ്ച്, ലൈഫിൽ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ എന്തുകൊണ്ടാണ് കാലാവസ്ഥ ഭേദത്തിൻ്റെ മാതാവാണെന്ന് പറയാൻ കാരണം, 2004 അമ്മ പ്രത്യക്ഷപ്പെട്ടത്. ഇവിടെ തന്നെ, ഞാൻ അന്ന് ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അന്ന് കർത്താവ് എൻ്റെ കൂടെ മുമ്പിലിരിക്കുന്നുണ്ട്. ആരാധന നടക്കുന്ന സമയമാണ്. ഇതുപോലെ ഇത്ര ആളൊന്നും ഇല്ലായിരുന്നു അന്ന്. 12,000 ആളെ അന്ന് ഹോളേ ഉള്ളൂ നമ്മൾക്ക്. ഇതൊന്നും ഇല്ലായിരുന്നു. ഇതൊന്നും സിറ്റുവേഷൻ പിന്നീട് വന്നതാണ്. ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുകയായിരുന്നു, വേറെ ആൾക്കാർ. അവർ നമുക്ക് വിലക്ക് തന്നിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ നമുക്ക് കിട്ടിയത്. അപ്പോഴേ ഇത് ഈ ഹോളിൽ നടക്കുന്ന സമയത്ത് അതേ അമ്മ പ്രത്യക്ഷപ്പെട്ടിരിക്കണം. കൈ നെഞ്ചത്തൊരു ക്ലോക്കിരിക്കുന്ന 10-8 സൂചി കാണിക്കണം. എന്തോ അപകടം ദുരന്തമുണ്ടാകാൻ പോകണം, പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഓൺ ദി സ്പോട്ടിൻ്റെ മെസ്സേജ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം, അപ്പോൾ അന്ന് കണ്ട മാതാവ് എന്താ? സിൽവർ ഗ്രേയിലെ മാതാവാണ്. കലുഷിതമായ മേഘവിധാനത്തിൽ നിൽക്കണം. ഈ അമ്മയുടെ കളർ കണ്ടില്ലേ? സിൽവർ ഗ്രേ ആണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ സുനാമി അമ്മ ദുരന്തമുണ്ടാകണമെന്ന് അമ്മ പറഞ്ഞതിന് അത് അമ്മ ഡിസംബർ 7-ാം തീയതിയാണ് പ്രത്യക്ഷപ്പെട്ടിട്ട് മെസ്സേജ് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം ഈ ഡിസംബർ 26 ആയപ്പോഴാണ് സുനാമി വരണത്.
സുനാമിയുടെ രണ്ടാമത്തെ തിരയും കഴിഞ്ഞിട്ട് മൂന്നാമത്തെ തിരയ്ക്ക് ഞാൻ കടലറ്റത്ത് നിൽക്കുന്നുണ്ട്. പട്ടാകാലമ്പോൾ ആളാണ്. ഒത്തിരി ആൾക്കാർ വീട്, സ്ഥലം, കോഴി, പശുവിനെയൊക്കെ എടുത്തുകൊണ്ട് ഓട്ടോറിക്ഷയിലൊക്കെ ഓടുന്നുണ്ട്. ഈ ജനം നാട് വിട്ടു പോകുന്നൊരു കാഴ്ച കാണുന്നത് ഭയങ്കരമാണ്. ആദ്യമായിട്ട് നമുക്ക് കാണുന്നത് യുദ്ധം ഉണ്ടാകുന്നതിനേക്കാളും യുദ്ധം ഉണ്ടായ എവിടെയെങ്കിലും എടുത്ത് മിസൈൽ വീഴുമെന്നല്ലേ ഉള്ളൂ. കടൽ കയറണം അങ്ങനെയല്ലല്ലേ, മൊത്തം അങ്ങോട്ട് കയറുകയല്ലേ, എല്ലാ ജില്ല ബേസ് കയറി പോവുകയല്ലേ. അപ്പോൾ ഈ മൊത്തം ഈ തീരദേശം ഇങ്ങനെ ജീവനും കൊണ്ട് ഓടുന്നൊരു കാഴ്ച ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അപ്പോൾ ഞാൻ ഓടാനൊന്നും പോയില്ല. ഞാൻ ഇടയ്ക്കൊക്കെ അത് ആ അനുഭവസാക്ഷി ഇടയ്ക്ക് പറയാറുണ്ട്. പോകാതെ കന്യാസ്ത്രീമാരവിടെ ഈ 10,000-2000 ആൾക്കാരിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ അതിൻ്റെ കൂടെ നിൽക്കുന്ന ഈ മദർ തെരേസയുടെ കുറച്ച് കന്യാസ്ത്രീമാരുണ്ടായിരുന്നു, എൻ്റെ മഠത്തിൽ നിന്ന് വന്നവരായിരുന്നു. അപ്പോൾ അവർ വന്നപ്പോൾ അവരോട് പരിചയം ഉണ്ടായ കാരണം ഞാൻ അവരോട് പറഞ്ഞൊക്കെ പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഈ മൂന്നാമത്തെ സാധനം വന്ന് കയറിയ വീടെല്ലാം നാട്ടുകാരെല്ലാം ഒഴുകിപ്പോയി മരിച്ചു പോകും. കാണത്തുകൂടിയില്ല, എവിടെ പോകണമെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. ആന്ധ്രയിൽ മരിച്ചൊരു ആലപ്പുഴ അടിഞ്ഞു അന്നത്തെ കാലത്ത്, ആളറിയാൻ പാടില്ലാതെ അവർക്ക് അറിയത്തില്ലേ, അവർ എഴുതിക്കൂട്ടിപ്പോയി. അപ്പോൾ ഇതാണ്, എന്തെങ്കിലും സംഭവിച്ച ആരുമില്ലേ, അതെപ്പോഴും നമ്മൾ ഓർത്ത് ജീവിക്കണം. നമുക്ക് ആരോ ഉണ്ട്, എന്തോ ഉണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു സ്വപ്നം പോലെ ഉള്ള ഒരു സെക്യൂരിറ്റിയാണ്. ദൈവം മാത്രമേ നമ്മുടെ കൂടെയുള്ളൂ. ശ്രുതികട്ടെ ഹല്ലേലൂയ. അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. ആ വലിയ ബോധ്യത്തിലൂടെ ഈ ഉടമ്പടി ധ്യാനത്തിൽ ഞങ്ങൾ നയിക്കുന്ന നന്ദി പറയുന്നു. അങ്ങയുടെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ നന്ദി പറയുന്നു. ആരാധന, ആരാധന, ആരാധന. ചേർന്ന് പാടാം. ആരാധന. പരമദിവ്യകാരുണ്യത്തിന് നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടിയുടെ ഉൾക്കാഴ്ചകള് ഞങ്ങൾക്ക് അഭിഷേകമായി ആന്തരിക ബോധ്യം നൽകണമേ. സന്തോഷത്തോടെ ശ്രദ്ധിക്കട്ടെ, ഭാഷാപരത്തോടെ ശ്രദ്ധിക്കട്ടെ.
പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കുക, നിങ്ങളും പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങേ സ്നേഹിക്കുവാൻ ഈ നിമിഷം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന വിധത്തില് ഞങ്ങൾക്ക് വചനം നൽകണമേ, പ്രാർത്ഥന നൽകണമേ. ഞങ്ങളുടെ നാവിനെ, കണ്ണപ്പുടങ്ങളെ അങ്ങയുടെ ആണിപ്പെടുതാർന്ന വലത് കരത്താൽ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ, ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. അപ്പോൾ സുനിൽകുമാറിൻ്റെ ഫെയ്ത്തിൻ്റെ ഘടന എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അച്ഛനും ഓരോ സാക്ഷ്യം ഒരു ടൈപ്പ് സാക്ഷ്യങ്ങളാണ് അവതരിപ്പിക്കുന്നത്. എല്ലാ സാക്ഷ്യങ്ങളും ചിലപ്പോൾ എടുക്കുന്നത് ഉടമ്പടി കണ്ടൻറ്റുകളുള്ള സാക്ഷ്യങ്ങളാണ് ഞാൻ സാധാരണ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ സുനിൽകുമാർ തൻ്റെ ജീവിത തകർച്ചയ്ക്ക് പ്രയോഗിച്ചിരിക്കുന്ന ഫെയ്ത്തിൻ്റെ ഘടന എന്താണ് ഘടന? അതായത് ഫെയ്ത്ത് തന്നെ നമുക്കറിയാമല്ലോ, വിശ്വാസം പലതരത്തിലുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ മരങ്ങളില്ലേ, പലതരത്തിലില്ലേ. ഇപ്പം ചിലപ്പോൾ ആഞ്ഞിലിയാണെങ്കിൽ വെള്ളം കൂടും ഇല്ലേ, ഇട്ടിക്ക് വെള്ളം ഉണ്ടാകത്തില്ല. തെങ്ങിനാണെങ്കിൽ മുറിച്ച് കഴിഞ്ഞാൽ നടുക്ക് ചോറായിരിക്കും അല്ലേ. ഇതുപോലെ വിശ്വാസവും നമ്മൾ അതിൻ്റെ പരിച്ഛേദം എടുത്തു കഴിയുമ്പോൾ ചില വിശ്വാസം പുറമേ നല്ല കാതലായിരിക്കും, പക്ഷെ അകത്ത് ചോറായിരിക്കും. അതാണ് വിഷയം വേണ്ടത്. ഇത് മുഴുവൻ കാതലായിരിക്കണം വിശ്വാസത്തിലെ. അതിന് കാഷ്വാലിറ്റി ഇടയ്ക്കൊക്കെ ഉണ്ടാവും. വിശ്വാസം ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഉണ്ടാവും. മകൻ്റെ കഴുത്തൊടിഞ്ഞു, പിന്നെ അത് കഴിഞ്ഞപ്പോൾ അപ്പം മരിച്ചു, പക്ഷേ ആ മനുഷ്യൻ്റെ വിശ്വാസം മരിക്കണില്ല. വിശ്വാസം അതേ സ്റ്റൈലിൽ തന്നെ കൊണ്ടുപോകുന്നു. പക്ഷേ ഇതിൻ്റെ അവസാനം ഇദ്ദേഹം തിരിച്ചറിയും. തിരിച്ചറിയുന്നത് എന്താണ്? എല്ലാ തരത്തിലൂടെയും ദൈവം അദ്ദേഹത്തിനെ പരിപാലിച്ചു കൊണ്ടിരിക്കും. ദൈവത്തിന് മാറ്റമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെ ആലപ്പുഴക്കാരൻ ഒരു ജോബി ജോർജ് ഒരു സാക്ഷ്യം പറഞ്ഞ്, അപ്പോൾ ജോബി ജോർജിൻ്റെ സാക്ഷ്യത്തിൻ്റെ ഘടന പറഞ്ഞു തരാം. അപ്പോൾ അദ്ദേഹം ഒരു 6 വർഷം മുമ്പ് ഉടമ്പടിക്ക് മുമ്പ്, ഉടമ്പടി ഉണ്ടാകുന്നത് 16 അതൊക്കെ മുമ്പ് അദ്ദേഹം ഇവിടെ കൗൺസിലിങ്ങിനൊക്കെ വരുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്ഥലം എടുക്കണം. അപ്പോൾ അദ്ദേഹം പണ്ട് കാറ്റഗിസം ടീച്ചറൊക്കെ ആയിരുന്നു, പിന്നീട് ഗൾഫിൽ പോയി എൻജിനീയറാണ്. നമ്മുടെ ഈ സ്ഥാപനം ഈ നിത്യാരാധന ചെയ്തിരിക്കുന്ന പുള്ളി അന്ന് എൻജിനീയറിംഗ് ആയിട്ട് കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് ഞാൻ നീ വർക്ക് ചെയ്യാൻ പറഞ്ഞായിരുന്നു അന്ന്. അപ്പോൾ അദ്ദേഹം പിന്നീട് ഒരു സ്ഥലം എടുക്കാൻ പോയപ്പോൾ എന്നോട് വന്ന് ചോദിച്ചു, ഈ സ്ഥലം എടുക്കാൻ പറ്റുമോ, എനിക്കവിടെ വീട് വെക്കാനാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ച് രണ്ടും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ച് മെസ്സേജ് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വീട് വെക്കുന്നത് സെക്കൻഡ് കേസാണ്, നീ സ്ഥലം എടുക്കാൻ പറഞ്ഞ്. വീട് വെക്കണത് സെക്കൻഡ് കേസ്. നമ്മളൊരു ദൈവ പൈതലാണെങ്കിൽ ദൈവത്തെ ആശ്രയിച്ച് മാത്രമേ ജീവിക്കത്തുള്ളെന്ന്, ദൈവം തന്നാൽ തിന്നു അല്ലെങ്കിൽ പട്ടിണി ഇരിക്കുമെന്ന് പറഞ്ഞ ആൾക്കാരില്ലേ. ചിലരുടെയൊക്കെ ഒരു നിലപാടാണ്. വിശ്വാസം എന്ന് പറയുന്നത് ബേസിക്കായിട്ടൊരു നിലപാടാണ്. ദൈവം തന്നാൽ തിന്നും അല്ലെങ്കിൽ പട്ടിണി ഇരിക്കും. ചില ആൾക്കാർ ദൈവം തന്നില്ലെങ്കിൽ സത്താം വർഷപ്പോഴാണെങ്കിലും പോയി കാര്യം സഹിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഇല്ല, അതാണ് ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസം അതായത് നിങ്ങളുടെ കറക്റ്റ് ആൾക്കാരാണ്, അകത്ത് ചോറാണ് എന്നൊക്കെ ദൈവം പരിശോധിക്കും. അതെപ്പോഴും ഈ പരിശോധന എപ്പോഴും പറയണത് അത്ര സുഖമുള്ള ഒരു ഫോർമാറ്റിലല്ല. ഇപ്പം അയാൾക്കിടെ കഴുത്തൊടിഞ്ഞില്ലേ അല്ലേ, മകൻ അപ്പം മരിച്ചില്ലേ. അപ്പോൾ പരിശോധനകൾ വരണത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ കാതലാണോ അത് ചോറാണോ ഈ മരത്തിനെ ഉള്ളത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നത്, ആലപ്പുഴത്തെ ഭാഷയിൽ ഞാൻ പറയണത് ചോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെങ്ങിൻ്റെ അകത്തിരിക്കുന്നത് ബലമില്ലാത്ത മൂക്കാത്ത അവസ്ഥക്കാണ് ചോറ്. ആഞ്ഞിരിക്ക് വെള്ള എന്ന് പറയും. പിന്നെ വെള്ള എന്ന് എല്ലാവരും പറയുന്നുണ്ട് അല്ലേ, ആഞ്ഞില്ല വെള്ള അച്ചൊക്കെ ഉച്ചൂത്തി പോകുന്നത്
കുറച്ച് കഴിയുമ്പോൾ അത് ഉച്ചൂത്തിപ്പോകും. അത് അപ്പോൾ വിശ്വാസത്തിൽ ഉച്ചകൂത്തുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ ദൈവം ചെയ്യണത്, ദൈവം എപ്പോഴും ഇതിനെ ഉറപ്പിച്ചു നിർത്തി. എങ്ങനെയാണ് ദൈവം ഉറപ്പിക്കണത്? ദൈവം അതിനെ ആട്ടിയാണ് ഉറപ്പിക്കണത്. കാറ്റൊക്കെ വന്ന് പിടിച്ചിട്ട് അതിങ്ങനെ ആടി ആരിൻ്റെ ഫൈബറിലല്ല നിൽക്കണത്. ഇങ്ങനെ കുറേ നാൾ ആടിക്കഴിയുമ്പോൾ മുകളിലുള്ള ഫൈബറെല്ലാം ബലമുള്ളതായി മാറും. നമ്മളതിനെ ആരെന്നാണ് വിളിക്കണത്. ദൈവം അത് കറക്റ്റ് ഫൈബറാണ്. പക്ഷേ വെറുതെ ഫൈബർ ബലം പിടിച്ചിരിക്കത്തില്ല. അതിനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തെങ്ങിൽ നിന്ന് ആടണം കണ്ടിട്ടില്ലേ, കാറ്റൊക്കെ പിടിക്കുമ്പോൾ. അങ്ങനെ ഇതുപോലെ നമ്മുടെ വിശ്വാസവും ദൈവം ഇങ്ങനെ ഇടയ്ക്ക് ആട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആട്ടുന്ന കാരണം പത്രോസ് എന്താ പറയണത്? നിങ്ങളുടെ വിശ്വാസം ഉറപ്പിക്കണമെന്ന് പറയും. എപ്പോഴും ഉറപ്പിക്കണമെന്ന് പറയണത് ഒരു വളരെ അപകടകരമായ സ്ഥലത്തിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഉണർവോടുകൂടി വിശ്വാസം പറയുമ്പോഴാണ് വിശ്വാസം ഉറക്കണത്. ആ സമയത്ത് നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി, നിങ്ങൾക്ക് സങ്കടമായി, നിങ്ങൾ കുടുംബപ്രാർത്ഥന മുടക്കി, അല്ലെങ്കിൽ കുർബാന മുടക്കി, പിന്നെ ദൈവമെന്ന് വിളിക്കുന്നത് ഞാൻ ദൈവം വിളിച്ചിട്ട് എൻ്റെ വിളിയൊന്നും കേൾക്കണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ദൈവത്തിന് സൈഡ് ലൈൻ ചെയ്യും. അപ്പോൾ അതോടുകൂടി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിക്കഴിയുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ജയിക്കും, അല്ലെങ്കിൽ നിങ്ങൾ തോക്കും. അത് നിങ്ങളുടെ ജ്ഞാനം അനുസരിച്ചിരിക്കും. പിടികിട്ടില്ലേ? ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിയുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ തോക്കും. ഇപ്പോൾ അവന് വേണ്ടി, ഇപ്പോൾ സുനിൽകുമാറിന് വേണ്ടി പറയാൻ വരുന്നത് എന്താണ്? എനിക്ക് ആപ്പിളൊരു മകനാണ് ഉള്ളത്, അവൻ്റെ കഴുത്തൊടിഞ്ഞല്ല എന്ന് വേണേൽ പറയാൻ വരുന്നു. പക്ഷേ അത് പറയത്തില്ല. അയാളത് വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള ഒരു വകുപ്പാക്കി മാറ്റിക്കളയും. വിശ്വാസം വളരണത് ഇങ്ങനെയാണ്. വിശ്വാസം നമുക്ക് സംഭവിക്കുന്ന വിഷയങ്ങൾ വിശ്വാസം പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമാക്കി എടുക്കും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലും ഇങ്ങനെ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടി പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴേ അത് മനസ്സിലാക്കാനും വിശ്വാസത്തില് ഉറച്ചു നിൽക്കാനും വിശ്വാസം പ്രഖ്യാപിക്കാനും എനിക്ക് പ്രത്യേക വരം നൽകണമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷണ ഘട്ടങ്ങളില് പരഘോഷത്തോടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ജോർജിൻ്റെ സാക്ഷ്യം എന്ന് വെച്ചാൽ ആ സാക്ഷ്യത്തിൻ്റെ ഘടന പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഇദ്ദേഹം ഈ സ്ഥലം എടുത്തു, മെസ്സേജ് പ്രകാരം എടുത്തതാണ്, അവിടെ വീട് വെക്കാൻ വേണ്ടി എടുത്തതാണ്. പക്ഷേ സ്ഥലം എടുക്കാൻ വേണ്ടി അവിടെ അളക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ ആൾക്കാർ വടിവാളം കൊണ്ട് നിൽക്കണം. ഇതിനകത്ത് വരുന്നൊരു വിഷയം എന്താ? മെസ്സേജ് എടുത്തതാണ് അല്ലേ, സ്ഥലം എടുക്കാൻ ഈശോ പറഞ്ഞതാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ എന്താ പറ്റണത്? വടിവാളം കൊണ്ട് നിൽക്കണം. അപ്പോൾ നമ്മൾ വിശ്വസിക്കണതും നമുക്ക് സംഭവിക്കണതും തമ്മിൽ ചില സമയത്ത് രണ്ട് കാര്യങ്ങളായിരിക്കും. അയ്യോ പാപി ആയിട്ടുള്ള വിശ്വാസക്കാരാണെങ്കിൽ അപ്പം തന്നെ വിശ്വാസത്തെ സംശയിക്കും, മെസ്സേജിനെ സംശയിക്കും, പലതരത്തിൽ സംശയിക്കും. ഈ സംശയമാണെന്ന് ചോറെന്ന് പറയുന്ന കാര്യം. ഇതിൻ്റെ അകത്ത് കാമ്പില്ലാത്ത സാധനം. വിശ്വാസത്തിൻ്റെ അകത്ത് കാമ്പില്ലാത്ത അവസ്ഥ, വെള്ളയെന്ന് പറയണത് എന്തുമാത്രം സംശയമുണ്ട്, അതാണ് വിഷയം. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും കർത്താവ് പറഞ്ഞതല്ലേ ഈ സ്ഥലം എടുക്കാൻ. വടിവാളം കൊണ്ട് നിൽക്കണേ, തല്ലാനും ബഹളം ഉണ്ടാക്കാൻ. അവർ തമ്മിൽ ആ സ്ഥലം എടുക്കാൻ വേണ്ടി വേറെ രണ്ടാൾക്കാർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് കിട്ടാത്തതിൻ്റെ ചുരുക്കമാണ് ഇവിടെ നിന്നെ പൊറുപ്പിക്കത്തില്ലെന്ന് പറയണത്. അതാണ് വിഷയം. പക്ഷേ അയാൾ സ്ഥലമെടുത്തു. എന്താ? ഈശോ പറഞ്ഞാണ് സ്ഥലം എടുക്കാൻ. ഇഷ്യൂ ഉണ്ടെങ്കിൽ സ്ഥലമെടുത്തു. പിന്നെ അദ്ദേഹം ഗൾഫിൽ പോയി ജോലിയും കഴിഞ്ഞ് 6 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് ജോലി നഷ്ടപ്പെട്ടു. അവിടെ സ്ഥലമെടുത്തു. പക്ഷേ ഈ വടിവാളും വേല പടിയൊക്കെ ഉള്ള കാരണം അവിടെ വീട് വെച്ചില്ല. അയാൾ തിരിച്ചു വന്ന് ഇപ്പോൾ ആ സ്ഥലം രണ്ടാമത് ഉടമ്പടി പുതുക്കി. അപ്പം പിന്നെ ഉടമ്പടിയുടെ കാലമായി. ഉടമ്പടി നാട്ടിലൊക്കെ വരുമ്പോൾ ഉടമ്പടി എടുക്കും.
ഒന്നാമത്തെ ഉടമ്പടി പുതുക്കി, രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ അത് വെക്കണത് സ്ഥലം വിൽക്കാൻ വേണ്ടി, എടുത്ത സ്ഥലം വിൽക്കാൻ വേണ്ടിയാണ് രണ്ടാമത് ഉടമ്പടി പുതുക്കിയപ്പോൾ വെച്ചിരിക്കണത്. എന്ന് വെച്ചാൽ അവിടെ വീട് വെക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചില്ലായിരുന്നു, അവിടെ വീട് വെച്ചുമില്ല. ഇപ്പം സ്ഥലം വിൽക്കാൻ വേണ്ടി ഇദ്ദേഹം രണ്ടാമത് ഉടമ്പടി പുതുക്കി വെച്ച് ഈ സ്ഥലത്തേക്ക് ചെല്ലും, സ്ഥലം വിൽക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ നിങ്ങൾ ചേർത്തി 6 മണിക്കാണ് ഇയാൾ ചെല്ലണത്. ആ പണ്ടത്തെ പ്രശ്നം ഉണ്ടാക്കിയ ചേർത്തി തിരിച്ചു വരും. ആ ചേട്ടനും മക്കളൊക്കെ കൊണ്ടായിരുന്ന ആണ് പ്രശ്നം ഉണ്ടാക്കിയത്. ആ മകനില്ല, ഇപ്പം ചേർത്തി വരും. എന്താണ് അത് രാവിലെ ഒന്ന് നീ വയ്ക്കും നീ എന്താ ഞാൻ ഈ സ്ഥലം വിൽക്കാൻ പോകണം. ദാറ്റ്സ് ഓക്കെ. അപ്പോൾ എന്താ വെച്ചാൽ അവർക്ക് ഈ സ്ഥലം ഇല്ലാഞ്ഞതിൻ്റെ കാരണം അവരുടെ വീട്ടിൽ ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി. ആ ലോഡ് ഒരു സാധനം ഇറക്കാൻ വന്നപ്പോൾ അടുത്തുള്ള ആൾക്കാർ വണ്ടി തിരിക്കാൻ സ്ഥലം കൊടുത്തില്ല. അപ്പോഴാരോ പറഞ്ഞ് ഈ സ്ഥലം നമ്മൾ വിലക്കെടുക്കുകയാണെങ്കിൽ നമുക്ക് ആരുടെ മുമ്പിൽ കൈ നീട്ടാതെ നമുക്ക് നമ്മുടെ കടയിലേക്ക് സാധനം എടുക്കാൻ പറ്റുമെന്നും ഒക്കെ പറഞ്ഞു. ഒരു ഇഷ്യൂ കർത്താവ് ഉണ്ടാക്കിയത് ഇന്നലെ രാത്രി. ഈ സ്ഥലം അവരെടുക്കാൻ വേണ്ടി ഒരു ഇഷ്യൂ ഉണ്ടാക്കിയതാണ്. അത് ഇഷ്യൂ ഉണ്ടായതാണ്, ഇവന് വേണ്ടി ഉണ്ടാക്കിയൊരു ഇഷ്യൂ ആണ്. അതുകൊണ്ട് സെറ്റിൽമെൻറ്റ് പെട്ടെന്ന് നടന്ന് മകനുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മുമ്പത്തേക്കാൾ ലാഭത്തിൽ ആ സ്ഥലം അവർക്ക് കൊടുക്കാൻ പറ്റി. മനസ്സിലായേ? അപ്പോൾ എന്താ ജോബി ഇന്നലെ പറഞ്ഞ് സാക്ഷ്യത്തിൻ്റെ മെനയെന്ന് പറഞ്ഞ ഇതാണ്, എനിക്ക് വേണ്ടി കർത്താവ് ആ സ്ഥലം ഡെപ്പോസിറ്റ് ചെയ്യിച്ചതാണ്. എൻ്റെ ഞാനിപ്പോൾ കുറച്ച് ജോലി നഷ്ടപ്പെട്ടൊരു കാലമാണ്. അപ്പം ഞാൻ ആ സ്ഥലം വന്നെടുക്കുക, അവിടെ വീട് വെച്ചിരുന്നെങ്കിൽ എനിക്ക് അവിടെ താമസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അന്ന് പ്രശ്നമുണ്ടാക്കി കർത്താവ് എന്നെക്കൊണ്ട് വീട് വെപ്പിച്ചില്ല. ഇന്നിപ്പോൾ പ്രശ്നമുണ്ടാക്കി എന്നെക്കൊണ്ട് സ്ഥലം വെപ്പിച്ചു. അപ്പോൾ ഈ 2 സമയത്തും പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ കേസ് സ്റ്റഡി നോക്കണം. അതായത് 2 സമയത്ത് വീട് വെക്കാതിരിക്കാൻ വേണ്ടി ഈശോ അവിടെ പ്രശ്നം ഉണ്ടാക്കിച്ച്. പക്ഷേ ഇപ്പോൾ എന്താണ്, സ്ഥലം വിൽക്കാൻ വേണ്ടി, സ്ഥലം അവർക്ക് കൊടുക്കാൻ വേണ്ടി വേറെ വിഷയം ഉണ്ടാക്കി. അപ്പം നമ്മൾ ഉടമ്പടിക്കാലത്ത് ചില ഇഷ്യൂസൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾ ബുദ്ധിയും ബോധമുള്ളവരായിരിക്കണം ഉടമ്പടി എടുക്കേണ്ടത്. എന്താ കാര്യം, ആർക്കും കുഴപ്പമില്ലാതെ നിങ്ങളെ ദൈവം പരിപാലിക്കും. അപ്പം ഞാൻ ജോബി ഈ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഈ ജോസഫിന് ഒരു സ്വപ്നമുണ്ട്, ഫറവോയ്ക്ക് സ്വപ്നം ഉണ്ടായില്ലേ. ഫറവോയുടെ സ്വപ്നം എന്താ പറഞ്ഞത്? ഇപ്പം 41:4 ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 41:4 ഫറവോയുടെ സ്വപ്നമാണ്. എന്താ സ്വപ്നം എന്ന് പറയുന്നത്, ഒരു നദീതീരത്ത് കൊഴുത്ത് അഴകുള്ള 7 പശുക്കൾ നദിയിൽ നിന്ന് കയറി വന്നു. അവ പുൽത്തകിടിയിൽ മേഞ്ഞുകൊണ്ട് നിന്നു. അതിനുശേഷം മെലിഞ്ഞ് വിരൂപമായ വേറെ 7 പശുക്കൾ നൈലിൽ നിന്ന് കയറി നദീതീരത്ത് നിന്നിരുന്ന മറ്റു പശുക്കളുടെ അരികിൽ വന്നു നിന്നു. മെലിഞ്ഞ് വിരൂപമായ പശുക്കൾ കൊഴുത്ത് അഴകുള്ള പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷാമത്തിൻ്റെ ഒരു കാലം, അഭിവൃദ്ധിയുടെ ഒരു കാലമാണ്. അപ്പോഴാണ് ഡിപ്പോസിറ്റ് ചെയ്യാൻ പറയുന്നത്. അതാണ് എടുത്ത പശുക്കൾ. ഈ അഭിവൃദ്ധിയുടെ കാലം വരുമ്പോൾ നമ്മളത് ഇനി വരാൻ പോകുന്ന കാലം മെലിഞ്ഞ കാലമാണെന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം. പലർക്കും ഉണ്ടാകുന്ന ഈ സാമ്പത്തിക കടങ്ങൾ ചെന്ന് വന്നിരിക്കുന്ന വിഷയങ്ങളിലൊന്നും അതാണ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് അഭിവൃദ്ധി വരുമ്പോൾ നമ്മൾ അടിച്ചു പൊളിക്കും. പിന്നെ എല്ലാ കാലത്തും ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കും. കോവിഡ് നമ്മൾ കോവിഡ് എന്ന് പറഞ്ഞ സംഭവം കേട്ടിട്ട് പോലും ഇല്ല. ഈ മെലിഞ്ഞ പശു വന്നിട്ട് കൊഴുത്ത പശുവിനെ മുഴുവൻ വിഴുങ്ങിയില്ലേ. നമ്മളുണ്ടാക്കി വെച്ചിരുന്നതെല്ലാം കോവിഡ് കൊണ്ടുപോയി ശരിക്കും പറഞ്ഞാൽ. അപ്പം അങ്ങനെ വരുമ്പോൾ കച്ചവടം നഷ്ടപ്പെട്ടവരുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിലും അവരുടെ ഇട്ടുകൂട്ടിൽ നിന്നാണ് അവർ ആ കാലങ്ങളിലെല്ലാം ചിലവ് തെളിഞ്ഞുകൊണ്ടിരിക്കുക. അത് മെഴുത്ത പശുവിനെ മെലിഞ്ഞ പശു വിഴുങ്ങിക്കളയും. അപ്പോൾ ഇതൊക്കെ എല്ലാ കാലത്തും ഉള്ളതാണ് ഈ സംഭവങ്ങൾ. ഇന്നത്തെ കാലത്ത് ഈ മെലിഞ്ഞ പശു എന്ന് പറഞ്ഞാൽ കോവിഡായിരുന്നു. കോവിഡ് വന്ന് കയറിയപ്പോൾ പണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നതെല്ലാം അത് വിഴുങ്ങിക്കൊണ്ടുപോയി. അപ്പോൾ നമ്മൾക്ക് കാലണ കാശില്ലാതെ വിഷമിക്കണ ഒരു സമയമാണ് വന്നത്. ഇന്നലെ ഞാനൊരു പെൺകുട്ടി അവളെ IELTS പ്രാർത്ഥിക്കാൻ വേണ്ടി കണ്ണൂരിൽ നിന്ന് വന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചത്, നിനക്ക് വല്ലതും പറയാനുണ്ടാകും വെച്ചെന്ന് ചോദിച്ചു. വെച്ചാൽ എനിക്ക് എനിക്കൊരു മനസ്സിന് ഒരു സ്വസ്ഥത കിട്ടണില്ല. നിനക്ക് വല്ലതും പറയാൻ. അപ്പോൾ അവൾക്ക് IELTS അടുത്ത 9-ാം തീയതി പരീക്ഷയാണ്, അതാണ് പറയണത്. അപ്പം ഞാൻ പറഞ്ഞു, അതല്ലല്ലോ വേറെ എന്തോ കാര്യമുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛാ എനിക്ക് ഇങ്ങോട്ട് വരാനുള്ള വണ്ടിക്കാശില്ലായിരുന്നു, വീട്ടിൽ വരുമാനം ഒന്നുമില്ല,
അവസാനം എനിക്ക് പക്ഷേ കൃപാസനത്തിൽ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായത് കാരണം ഞാൻ ഇരുന്ന് വിഷമിച്ചപ്പോൾ എൻ്റെ ചിറ്റപ്പൻ കണ്ടിട്ട് പറഞ്ഞു, നീ എന്തെങ്കിലും വിഷമിക്കണം? അപ്പോൾ പറഞ്ഞു, ഞാൻ ആലപ്പുഴ എനിക്ക് പോയി ഉടമ്പടി എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ചിറ്റപ്പൻ എനിക്ക് 2000 രൂപ തന്നു. അപ്പോൾ അതാണ് അവൾക്ക് പറയാനുള്ളത്. അത് ഞാൻ മാതാവിനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിനക്കിതാണ് പറയാനുള്ളത്, IELTS അല്ല എന്നോട് പറയേണ്ടത്. നിൻ്റെ കുടുംബം പാപ്പരായ കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പം നിൻ്റെ മെലിച്ചിൽ ദൈവം അറിയുന്നുണ്ട്. നിൻ്റെ മെലിച്ചിൽ ഈ മണ്ണിൽ ചവിട്ടി കഴിയുമ്പോൾ നീ എന്തുമാത്രം മെലിഞ്ഞിരിക്കണമെന്ന് നിൻ്റെ ദൈവം അറിയും. നിൻ്റെ അമ്മ നിന്നെ സംരക്ഷിക്കും. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞെരുക്കങ്ങള് കർത്താവേ അറിയുന്നല്ലോ. ഈശോയുടെ ഇടപെടണമേ, എല്ലാ ദിവസവും തുടരണമേന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നവര് നിയോഗങ്ങളെ തുടരണമേന്ന് പ്രാർത്ഥിക്കുന്നു. രാപ്പകൽ സക്കരാരി ഒരുമിച്ച് പാടുക. ആദ്രമായ സ്നേഹത്തുവൽ നീ വരൂ. വീശിക്കൊണ്ട്
ജോലിയില്ലാത്തവരെ സ്പർശിക്കണമേ കർത്താവേ, ജോലിയില്ലാത്തവരെ സ്പർശിക്കണമേ കർത്താവേ, മക്കളില്ലാത്തവരെ സ്പർശിക്കണമേ കർത്താവേ. കുഞ്ഞിനെ കർത്താവ് കാണിക്കുന്നുണ്ട്. കുഞ്ഞിന് വയറിങ്ങനെ വീർത്തിരിക്കണം. പക്ഷെ വെള്ളമല്ലെന്ന് തോന്നണത്, മാംസമായിട്ട് തന്നെ വയറ് വീർത്തിരിക്കണം. ആ കുഞ്ഞിനെ കർത്താവ്, സാധാരണ അമ്മമാർ അതിനെ ഇപ്പോഴും എടുത്തുകൊണ്ടാണ് നടക്കുന്നത്. ആ കുഞ്ഞിനെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുന്ന അടിച്ച സന്ദേശമുണ്ട്. ശ്രദ്ധിക്കട്ടെ. ദിവസമോ 52 മാസമോ ആയിട്ട് ലോക്ക് ചെയ്ത് കിടക്കുന്ന ഒരു വ്യവസായ സ്ഥാപനമോ വ്യാപാര സ്ഥാപനമോ വരുമാന മാർഗം കർത്താവ് ഈ പ്രാർത്ഥനയോടുകൂടി അത് തുറക്കുന്നതായിട്ട് സന്ദേശമുണ്ട്. ശ്രദ്ധിക്കട്ടെ. ഇങ്ങനെ പെരുമുട്ട് പോലെ വരും. മുട്ടിന് പെരുമുട്ട്, മുട്ടിന് ഇങ്ങനെ കാലുമുട്ട് കൈമുട്ട് ആ സ്ഥലത്ത് മാത്രം ഇങ്ങനെ ബൾജ് ചെയ്ത് വരും. എന്ത് രോഗമാണ് അച്ഛൻ അറിയാൻ പാടില്ല. അങ്ങനെയുള്ള രോഗത്തെ കർത്താവ് സ്പർശിച്ച് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രുതികട്ടെ. സാധാരണ കാണുന്ന പോലെ ഒരു സ്റ്റീലിൻ്റെ ടബ്ബാണ്. സ്റ്റീലിൻ്റെ ടബില്ലേ നമ്മൾ മുഖമൊക്കെ കഴുകണ, അല്ലെങ്കിൽ പാത്രം കഴുകുന്ന ടബില്ലേ, നമ്മൾ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ പാത്രം കഴുകുന്ന, ചിലയിടത്ത് സ്റ്റീലായിരിക്കും, ചിലയിടത്ത് മണ്ണായിരിക്കും. പക്ഷേ ഈ സ്റ്റീലിൻ്റെ ടബ് അത് ചിലപ്പോൾ റെസ്റ്റോറൻ്റ് ആകാം, അല്ലെങ്കിൽ ഇതുപോലെ ഹോട്ടലാകാം, ഇതുപോലെ ഫുഡ് കൊടുക്കുന്ന സ്ഥലമാകാം. അങ്ങനെയുള്ള വ്യാപാരശാലകൾ നിന്ന് പോയതോ കടമായി പോയതോ ജപ്തി നടപെടുന്നതോ കർത്താവ് ആ മേഖലയിലേക്ക് നിങ്ങളെ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കടങ്ങളെ കർത്താവ് ഏറ്റെടുക്കുന്നു. നിങ്ങളുടെ കച്ചവടം കിടന്ന നമ്മളെ കുലശ്ശേരി പോലെ എന്താ അതിന് നമ്മുടെ ആലപ്പുഴ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, തേപ്പില്ലേ, തേക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇതാണ് കുലശ്ശേരി. അപ്പോൾ ഇതിങ്ങനെ മെസ്സേജ് കാണിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് നിർമ്മാണ പ്രവർത്തനമാണ്. നിർമ്മാണ പ്രവർത്തനമൊക്കെ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ചിലപ്പോൾ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരാകാം, വീട് വെക്കാൻ റിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാകാം, അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാകാം, ചിലപ്പോൾ വീടിന് പകരം സ്ഥാപനമാകാം, എന്തുമാകട്ടെ. നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുന്നവരും നിർമ്മാണ പ്രവർത്തനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും കൈപൊക്കുക. നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെട്ട് കിടക്കുന്നവരെ, നിർമ്മാണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ കൈപൊക്കുക. പ്രാർത്ഥിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വീട് നിർമ്മിക്കാൻ പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്ഥാപനങ്ങൾ നിർമ്മിക്കാൻ പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിർമ്മാണ പ്രവർത്തനം തൊഴിലായി ചെയ്തിട്ട് ആ തൊഴിൽ നിന്ന് പോയവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിർമ്മാണത്തിന്റെ എല്ലാ തടസ്സങ്ങളും കൃപാസനത്തിലെ പ്രത്യക്ഷ
പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ യേശുനാമത്തിൽ ഈ നിമിഷം മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. യേശുവേ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട മർമ്മം എന്ന് പറയുന്നത്, പല മർമ്മങ്ങൾ ഇപ്പോൾ ഈശോ ഇതിലൂടെ പറയുന്നുണ്ടല്ലേ. ചില സമയത്ത് ഇഷ്യൂസ് ഉണ്ടാകും, അത് നിങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. അല്ലേ, ഉടമ്പടി എടുത്തു കഴിഞ്ഞോ അല്ലെങ്കിൽ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പൊക്കെ ഇഷ്യൂസ് ഉണ്ടാകും. ആ ഉടമ്പടി പക്ഷേ ആ ഇഷ്യൂസ് ഒന്ന് ഇപ്പോഴത്തെ ജോബിക്കുണ്ടായിരുന്ന പ്രശ്നം എന്താണ്? 2 സമയത്തും പ്രശ്നമാണ് അയാൾക്ക്, പക്ഷേ 2 അയാൾക്ക് നേട്ടമായി മാറി. 2 സമയത്തും പ്രശ്നമുണ്ടായി, പക്ഷേ 2 സമയത്ത് നേട്ടമായി മാറി. ഇപ്പം അപ്പൻ ആ സമയത്ത് മരിക്കേണ്ട ആളാണ്, അതിൻ്റെ അകത്ത് കുഴപ്പമില്ല. അപ്പം മരിച്ചൊരു വിഷമില്ല, പ്രായമായ ആളാണ്. തന്നെയല്ല അദ്ദേഹം രോഗിയുമായിരുന്നു. അദ്ദേഹത്തിന് ശുശ്രൂഷത്തിൽ ആ മനുഷ്യന് സന്തോഷമുണ്ട്, അവസാന കാലങ്ങളിൽ ശരിക്കും നോക്കിയതിൽ സന്തോഷമുണ്ട്. പക്ഷേ എങ്കിലും അപ്പൻ്റെ 5.5 ലക്ഷം രൂപ അയാൾക്ക് കിട്ടിയപ്പോൾ ആ 5 ലക്ഷം രൂപയാണ് അയാൾക്ക് കടമുണ്ടായിരുന്നത്. ആ കടം അതുകൊണ്ട് തന്നെ അയാളെ അതായത് ഉടമ്പടിക്കാലത്ത് നിങ്ങൾ എന്ത് സംഭവിച്ചാലും വിഷയത്തെ നോക്കരുത്, ദൈവത്തെ നോക്കാവൂ. അടുത്ത പോയിൻറ്റ് പിടിയോ? ഇപ്പം നിങ്ങൾ IELTS ഫ്ലോപ്പ് ആയെന്ന് തന്നെ വിചാരിക്കുക അല്ലേ. ഇപ്പം ചില പറയാം, അച്ഛാ 5 പ്രാവശ്യം ഞാൻ പരീക്ഷ എഴുതി, ഇത് 6ാമത്തതാണ്, ഇതും ഫ്ലോപ്പായാൽ എനിക്ക് കാശില്ലെന്ന് പറയും. ഇനി IELTS എഴുതാൻ കാശില്ലെന്ന് പറയും. അപ്പോൾ ഞാൻ മൈൻഡ് ചെയ്യത്തില്ലത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇവളുടെ സമയമാകുമ്പോൾ തക്ക സമയമുണ്ടല്ലോ, ഇവൾ മര്യാദക്ക് നിൽക്കുക. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കണവർ മര്യാദക്ക് നിൽക്കാൻ പറയും. ബൈബിളിൻ്റെ ഒരു നിലപാടാണത്. ദൈവതിരുസന്നിധിയിൽ നിൽക്കുന്നവർ മര്യാദക്ക് നിൽക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മര്യാദ നിൽക്കുന്ന അർത്ഥം എന്താണ്? ബഹളം ഉണ്ടാക്കരുത്, നിരാശപ്പെടരുത്, വിഷമിക്കരുത്, ഫൈറ്റ് ചെയ്യരുത്, പിറുപിറുക്കരുത്. കുറേ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ വലിയ പാടാണ്. ഇത്രയും നാളെനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. നമുക്ക് ആടമൂരമൊക്കെ നിൽക്കാം, പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ ദൈവം ചാടി കടിക്കത്തൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഒരു ചെറിയൊരു ചലനം കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം ബ്ലോക്കായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പത്രോസ് പറഞ്ഞത് എന്താ പറയണത്? 1 പത്രോസ് അല്ലേ, 1 പത്രോസ് 5:6 ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ, ഒന്ന് ഏറ്റു പറഞ്ഞ, ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. അപ്പൊ തക്ക സമയം എന്ന് പറഞ്ഞത് ആരാണ്? ഉടമ്പടിയിൽ ആര് തീരുമാനിക്കും? അത് അമ്മ തീരുമാനിക്കും. മനസ്സിലായില്ലേ? ഉടമ്പടിയിൽ നിന്ന് ആരാണ്? നിങ്ങളുടെ തക്ക സമയം ആര് തീരുമാനിക്കും? അമ്മ തീരുമാനിക്കും. അതാണ് കാനായിലെ കല്യാണം. തക്ക സമയം അമ്മ തീരുമാനിക്കും. എൻ്റെ സമയം ഇനി സമാഗതമായില്ലല്ലോ. ആ സമയം പിന്നെ തീരുമാനിക്കുന്നത് ആരാണ്? അമ്മയാണ്. അമ്മ സമയം തീരുമാനിക്കും. അമ്മയ്ക്ക് അതാണ് സമയക്കടികാരവുമായി കൃപാസന അൾത്താരയിൽ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ നമുക്ക് തരുന്ന അനുഭവ സന്ദേശങ്ങളിൽ ഒന്നാണത്. തക്ക സമയം, നിൻ്റെ സങ്കടങ്ങൾ തീരാനുള്ള തക്ക സമയം നിൻ്റെ അമ്മ തീരുമാനിക്കുമെങ്കിൽ അതിനെ തീരുമാനിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് അമ്മ നൽകിയ ഉടമ്പടി പ്രാർത്ഥന. കൈ അടിച്ച് കർത്താൻ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ 1 പത്രോസ് 5:6 ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ എങ്ങനെ നിൽക്കണമെന്ന് പറയണത്? താഴ്മയോടെ നിൽക്കണം, വിനയത്തോടെ നിൽക്കണമെന്ന്.
അത് ഒന്ന് പ്രാർത്ഥിച്ച് ഭരിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന് പറഞ്ഞ്, കർത്താവേ അങ്ങയുടെ തിരുസന്നിധിയിൽ വിനയത്തോടെ നിൽക്കാൻ, ബഹളം ഉണ്ടാക്കാതെ നിൽക്കാൻ, പെരുപെറുക്കാതെ നിൽക്കാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. അപ്പോഴേ ആൾക്കാർക്ക് വരുന്ന ഒരു ചെറിയ അബദ്ധം അതാണ്, ദൈവതിരുസന്നിധിയിൽ നിൽക്കാൻ അറിയാൻ പാടില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഉടമ്പടി വരുമ്പോൾ പക്ഷേ നിങ്ങളത് പഠിക്കാൻ പറ്റത്തില്ല. ഉടമ്പടി വരുമ്പോൾ നിങ്ങൾ പഠിക്കാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾ PSC ടെസ്റ്റ് എഴുതി, രണ്ടുപേരും എഴുതാൻ പോയി, നീ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഉടമ്പടി എടുക്കാത്ത ആളിനെ PSC ടെസ്റ്റിന് കിട്ടി, നിനക്ക് കിട്ടിയില്ല. സ്വാഭാവികമായിട്ട് നിനക്ക് ദൈവദർശനം നിൽക്കാൻ പറ്റാത്ത ആളാണെങ്കിൽ പെറുപെറുപ്പുണ്ടാവും. നിൽക്കാൻ അറിയാൻ പറ്റാത്ത ആളാണെങ്കിൽ ഞാൻ ഉടമ്പടി എടുത്ത് എനിക്ക് കിട്ടിയില്ലല്ലോ, ഉടമ്പടി എടുക്കാത്തവർക്കാണല്ലോ അത് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ദൈവദർശനം തർക്കം ഉണ്ടാവും. തർക്കിക്കുകയോ ബഹളം ഉണ്ടാക്കുകയോ ചെയ്യരുതേ. കാര്യം എന്താണ്? ദാസൻ അഥവാ ദാസിയുടെ സ്റ്റേറ്റിലേക്ക് ആണ് നിന്നെ ഉടമ്പടി കൊണ്ടുവരണത്. അതാണ് മത്തായി സുവിശേഷം 12, 19, 20. പറഞ്ഞോളൂ. അവൻ തർക്കിക്കുകയോ ബഹളമുണ്ടാക്കുകയോ ബഹളം കൂട്ടുകയോ ചെയ്യുകയില്ല. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. അവൻ വിജാതിരെ ന്യായവിധി അറിയിക്കുകയും അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ തിരുവീഥികളിൽ അവൻ്റെ സ്വരം കേൾക്കുകയില്ല. അപ്പോൾ ഈ വിനയായ തർക്കമുണ്ടാക്കാതെ എന്തെങ്കിലും നമുക്ക് പിടിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചാൽ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ കല്യാണം ഉടമ്പടി നിങ്ങൾക്ക് വിവാഹം വെച്ചിട്ടുണ്ട്, പക്ഷേ വിവാഹം അത് ഉടമ്പടി ചെയ്ത ഉടനെ ഒരു മനസ്സമ്മതം വന്നു. നിങ്ങൾ ഉടമ്പടി ചെയ്തല്ല മാതാവ് തന്നാണെന്നും പറഞ്ഞ് നിങ്ങൾ കൈ കൊടുത്തു, പക്ഷേ മനസ്സമ്മതം നടന്നിട്ട് പക്ഷേ ആ കല്യാണം പോയി. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യും? നിങ്ങൾ അതിൻ്റെ ചമ്മൽ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ ആ ചമ്മൽ നിങ്ങൾ ചമ്മലാണെന്ന് പറയത്തില്ല, പറഞ്ഞിട്ട് പറയും ഞാനിൻ്റെ പട്ടിയുടെ മുന്നിൽ പോയി നിൽക്കത്തില്ലെന്ന് പറയും. ഇതാണ് ദാർഢ്യം എന്ന് പറയണത്. ഇങ്ങനെ ദൈവദർശനം നിൽക്കാൻ പറ്റത്തില്ല, അവിടെ വിനയം ഉണ്ടാകണം. ഇവർക്ക് നിങ്ങൾക്ക് ചമ്മലുണ്ടായി, ആ കല്യാണം പോയപ്പോൾ ഒന്നെങ്കിൽ നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്, ഇനിയിപ്പോൾ എൻ്റെ സൗന്ദര്യത്തിൻ്റെ പ്രശ്നമായിരിക്കുമോ, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട് പിടിക്കാഞ്ഞിട്ടായിരിക്കുമോ, എന്തെങ്കിലും പിടിക്കാഞ്ഞിട്ടായിരിക്കും പോയല്ലോ. അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ട് ഓരോ മനുഷ്യനുണ്ടാകുന്നത്, സാധാരണ മനുഷ്യർക്കുണ്ടാകുന്നത് ഒരു ചമ്മൽ പോലെ ഉണ്ടാകും. പക്ഷെ ചമ്മൽ ഇവർ പുറത്ത് കാണിക്കത്തില്ല. അത് കാണിക്കാതിരിക്കാൻ വേണ്ടി അമ്മയോട് പറയും, ഇനി ഒരുവൻ്റെ മുമ്പിൽ പോയി ഞാൻ നിൽക്കത്തില്ല. ഇതാണ് വിഷയം. പ്രാക്ടിക്കലായിട്ട് പറഞ്ഞ ഇതാണ് വിഷയം. ഇങ്ങനെ ഓരോ വിഷയം വരുമ്പോഴും നമ്മൾ ഇതിൻ്റെ തെളിമയില്ല, അറിയാവില്ല. അവിടുന്ന് തൻ്റെ അതായത് ദൈവദർശനം നിൽക്കാൻ അറിയത്തില്ല ഇവർക്ക്. കാര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശ്ശൂരിൽ നിന്നൊരു സഹോദരി സാക്ഷ്യം പറഞ്ഞു. അവർ സാക്ഷ്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓസ്ട്രേലിയ മൈഗ്രേറ്റ് ചെയ്യണം. മൈഗ്രേറ്റ് ചെയ്യണ മുമ്പ് അവർക്ക് വരെ കുറേ പ്രോബ്ലം ഉണ്ട്. അവിടെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു കുട്ടിയെ കൂടി വേണം. ആ കുട്ടിയെ പക്ഷേ അവർ കിട്ടണില്ല. 7 കൊല്ലമായി 2 കുട്ടികളുണ്ട്, ഒരു കുട്ടിയെ കൂടി വേണം. 7 കൊല്ലമായിട്ട് ആ 3ാമത്തെ കുട്ടിയെ കിട്ടണില്ല. അവർ ഉടമ്പടി ചെയ്ത് അപ്പോൾ ഓസ്ട്രേലിയ മൈഗ്രേഷൻ കൂടി ഉടമ്പടി വിഷയമാക്കി. യൂട്യൂബിൽ സാക്ഷി ചെയ്യുന്നുണ്ട്. 2 ദിവസം മുമ്പുള്ള സാക്ഷിയാണത്. അത് അപ്പോൾ വിഷയമായി കഴിയുമ്പോൾ അവർ ഉടമ്പടി വെച്ച് കഴിയുമ്പോൾ തന്നെ അവർ പ്രഗ്നൻ്റ് ആകും. പ്രഗ്നൻ്റ് ആയ ശേഷം കുറേ പ്രഗ്നൻസി പ്രോബ്ലംസ് ഉണ്ടാവും. പക്ഷേ ഇവർ സാധാരണ ലേഡിയല്ല, ഭയങ്കര ഈ അവർ നിമിഷം ഓർക്കും, കർത്താവിനോട് ഇപ്പോൾ ആ സമയത്താണ് ഞാൻ കുഞ്ഞിനെ ചോദിച്ച് വാങ്ങിച്ചതെന്ന് ഓർക്കും. എൻ്റെ ഈ ദൈവത്തോടുള്ള ഈ പിടിവാശി കാരണം കുഞ്ഞ് സഫർ ചെയ്യുന്നുണ്ടല്ലോ, ഇതിങ്ങനെ പോകേണ്ട കാര്യമില്ലായിരുന്നു അല്ലേ, ഇത് ദൈവം ഉദ്ദേശിച്ച് കാണത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ പറയും ഇല്ല ഞാൻ ഉടമ്പടി അങ്ങനെയെങ്കിൽ ദൈവം എനിക്ക് 7 കൊല്ലത്തിനുള്ളിൽ കുഞ്ഞിനെ തരേണ്ടതായിരുന്നില്ല. അപ്പോൾ ഉടമ്പടി എടുത്തപ്പോഴല്ലേ കുഞ്ഞിനെ കിട്ടിയത്, അപ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞ് തന്നെയാണ് പറഞ്ഞ് ഇവിടെ സ്റ്റേണായിട്ട് നിൽക്കും എൻ്റെ അടുത്ത്. ഇങ്ങനെ ആദ്യം ഒരു ചെറിയൊരു ആട്ടം വന്നെങ്കിലും പിന്നെ അവർ കർത്താവിൻ്റെ കൂടെ സ്റ്റേണായിട്ടില്ല, ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നതാണ്, ഇനി ദൈവത്തിൻ്റെ കുഞ്ഞായതുകൊണ്ട് ദൈവം തന്നെ നോക്കിക്കൊള്ളും. അപ്പോൾ ഡോക്ടർ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ടല്ലോ ഓൾറെഡി, 3ാമത്തെ കുഞ്ഞിനെ എന്തിനാണ് എന്നൊക്കെ ഡോക്ടർ ചോദിക്കുന്നത് വെച്ചാൽ അബോർഷൻ ചെയ്യണില്ലേ എന്ന് ചോദിക്കുന്നതിന് പകരം ഡോക്ടർ അതിൻ്റെ വെയർ അബൌട്ട്സിൽ ഇവരെ അപ്പുറത്തും ഇപ്പുറത്തുള്ള എല്ലാ സെറ്റിൽമെൻറ്റും ഉണ്ടാക്കുകയും. പക്ഷേ ഇവർ പറയും അങ്ങനെ ചെയ്യത്തില്ല ഡോക്ടറെ, ഇത് ഞാൻ ചോദിച്ച് വാങ്ങിച്ചാൽ കർത്താവിടേക്കെന്ന്. അപ്പോൾ കർത്താവ് നോക്കുമെന്നുള്ളതാണ് അവരുടെ ഒരു വിശ്വാസം. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ ക്രൈസിസ് ഉണ്ടായിക്കൊണ്ട് ഇവർക്ക് ഇന്ന് ഫെയ്ത്ത് ജനറേറ്റ് ചെയ്ത് പ്രെയർ ജനറേറ്റ് ചെയ്ത് അത് ഒരു ഭയങ്കരമായിട്ട് കാര്യം ഈ നമ്മൾക്ക് വിശ്വാസം എന്ന് പറയണത് ഒരു ഇൻ്റലക്ച്വൽ വെഞ്ചറാണ്. അത് വിശ്വാസം ഒരു ഇമോഷണൽ വെഞ്ചറല്ല,
അത് എല്ലാവരും മനസ്സിലാക്കണം. വിശ്വാസം എന്ന് പറയുന്നത് ബുദ്ധിപരമായ ഒരു ഇടപെടലാണ്. അപ്പോൾ ഇവരെന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ക്രൈസിസ് ഉണ്ടായി, ഉടമ്പടി ചെയ്തു, 7 കൊല്ലമായിട്ട് അവർക്ക് മക്കളില്ല, ഉടമ്പടി ചെയ്തപ്പോൾ അവർക്ക് മക്കളെ കൊടുത്തു, പക്ഷേ മക്കൾക്ക് എന്തോ കുഴപ്പമുണ്ട്, കുഞ്ഞിനെന്തോ കുഴപ്പമുണ്ട്, അത് ചലഞ്ച് ആയിട്ടുള്ള പ്രഗ്നൻസിയാണ്. ഡോക്ടർ പറഞ്ഞത് എന്തിനാ 2 കുഞ്ഞുങ്ങളുണ്ടല്ലോ ഓൾറെഡി, പിന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെ ഇതിനെ സൂക്ഷിക്കേണ്ട കാര്യമില്ല, ടെർമിനേറ്റ് ചെയ്ത് കളയാമെന്ന് പറയുമ്പോൾ ഇവർ പറയും അങ്ങനെയല്ല ഡോക്ടർ, ഇത് ഞാൻ കർത്താവിൻ്റെ 7 കൊല്ലം എനിക്ക് മക്കളില്ലായിരുന്നു, പക്ഷെ ഞാനിപ്പോൾ ചോദിച്ച് വാങ്ങിച്ചതാണിത്, അപ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞാണ്, അപ്പോൾ ദൈവം നോക്കിക്കൊള്ളും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കുഞ്ഞിന് പ്രശ്നം ഉണ്ടാക്കിയതാരാണ്? ദൈവം തന്നെ ആയിരിക്കും. അറിയത്തില്ല. എന്താ വെച്ചാൽ ഇവർ വെച്ചിരിക്കണ ഇവർ ഓസ്ട്രേലിയയിലൊക്കെ വെച്ചിരിക്കണ മൈഗ്രേഷൻ, 2 കുഞ്ഞുങ്ങളും 3 കുഞ്ഞുങ്ങളും ഹസ്ബൻഡും വൈഫും കൂടി പോകാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് ഉടമ്പടിയുടെ ഒരു വിഷയം അതാണ്. പക്ഷേ ഇതിനൊക്കെ എല്ലാം നമുക്കൊരു ക്രൈസിസ് വരുമ്പോൾ നിങ്ങൾ എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാമോ? അതായത് ഉടമ്പടിയും ക്രൈസിസുമാണ് ഞാൻ ഇന്ന് ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റ്. ഞാനിത് ഉദ്ദേശിച്ച് വന്നതല്ല, ഞാൻ വേറെ കാര്യമൊക്കെ പറയാമെന്ന് പറഞ്ഞ് വന്നതാണ്. പ്രാർത്ഥിച്ചിട്ട് വേണം, ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് വന്നതേ. പക്ഷേ ഇവിടെ വന്നപ്പോൾ വിഷയം ചേഞ്ച് ചെയ്ത് ഉടമ്പടിയും ക്രൈസിസും എന്നുള്ള ബന്ധമായ വിഷയമാണ് ഇപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവ്. അതിലെന്താ പ്രശ്നം? ഇത് ക്രൈസിസ് എന്ന് പറയുമ്പോൾ ഇവരിതോടുകൂടി ഇവരുടെ പ്രെയർ ജനറേറ്റ് ചെയ്യും. നമ്മൾ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ പ്രാർത്ഥനയില്ലേ, നമ്മുടെ ഇപ്പോൾ എല്ലായിടത്തും സുനിൽകുമാറിനും പ്രോബ്ലം ആണല്ലോ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞാൽ ഇവർക്കും പ്രോബ്ലമാണ്, ജോബിക്കും പ്രോബ്ലമാണല്ലോ, ഈ തൃശ്ശൂർ ലേഡി ഈ സഹോദരിക്കും പ്രോബ്ലമാണ്. പക്ഷേ ഇവരെല്ലാം ചെയ്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് അവർ ചെയ്തിരിക്കുന്നത്? അവർ പ്രെയർ ജനറേറ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ അടുത്ത് തർക്കത്തിനില്ല, കാര്യം എന്താ, തർക്കത്തിനില്ല, ബഹളത്തിനില്ല. പിന്നെ എന്താണ്? അവിടുന്ന് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ അഥവാ ദാസി, അതാണ് സബ്ജക്റ്റ്. ഉടമ്പടി ചെയ്യുമ്പോൾ ഇപ്പോൾ 12:19 ഇതാ ഞാൻ ഒന്ന് പറഞ്ഞേ, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ദാസി, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ, എൻ്റെ പ്രിയപ്പെട്ടവൾ, അവരുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ അയക്കും. അവർ ചതഞ്ഞ ഞാങ്കണ കുടിക്കുകയില്ല, പുകഞ്ഞ തിരി കെടുത്തുകയില്ല. ദാസന്റെയും ദാസിയുടെയും ഒക്കെ ഒരു നിലപാടെന്ന് പറയണത്, എന്തെങ്കിലും അത്യാഹിത ഉണ്ടായാൽ ആ കള പോട്ട എന്നും പറഞ്ഞ് അവർ ഇട്ടച്ചും പോകത്തില്ല, ചതഞ്ഞ ഞാങ്കണ ഓടിക്കത്തില്ല. ഒരു തിരി പുകഞ്ഞിരിക്കുകയാണ്, അതിനെ കെടുത്തത്തില്ല, അത് കുറച്ച് കഴിയുമ്പോൾ തെളിഞ്ഞ് വരുമെന്ന് വിശ്വസിക്കും. ഇതാണ് ദാസൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ടാകണം ഈ വിഷയത്തിൽ. എന്തെങ്കിലും ഒരു ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ നിങ്ങൾ പ്രെയർ ഉടനെ ഫ്ലോപ്പാക്കരുത്. മനസ്സിലായില്ലേ? പ്രെയർ എന്ന് വെച്ചാൽ പ്രാർത്ഥനാ ജീവിതം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഉടമ്പടി എന്ന് പറയുന്നത് പ്രാർത്ഥന 20% ഉള്ളൂ. ബാക്കിയെല്ലാം രോഗികളെ ശുശ്രൂഷിക്കുക, പത്രം വിതരണം ചെയ്യുക, പ്രേക്ഷിത പ്രവർത്തനമൊക്കെയാണ്. കർത്താവിനെ അറിയാത്തത് അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. ചില ആൾക്കാർ പത്രം കൊടുക്കണമെങ്കിൽ ഏപ്രിൽ 2-ാം തീയതി മേടിച്ച പത്രം കൊടുക്കണത് ഏപ്രിൽ 28-ാം തീയതിയാണ് കൊടുത്തു തീരണത്. അതൊക്കെ വെച്ചാൽ നിങ്ങളുടെ വാദപ്പനിയാണ് കാണിക്കുന്നത്, വിശ്വാസത്തിൻ്റെ വാദപ്പനി. ബുദ്ധിയും ബോധമുള്ളവർ, ഇൻ്റലക്ച്വലായിട്ടുള്ളവർ അത് എടുത്തു കഴിഞ്ഞാൽ എത്രയും വേഗം തീഷ്ണതയോടെ. ഇതെന്ന് വെച്ചാൽ ഏപ്രിൽ 28-ാം തീയതി വരെ എന്തുകൊണ്ടാണ് 2-ാം തീയതി പത്രം ഇരിക്കാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഇവിടെയും പോകുമ്പോൾ 2 പത്രം കൊണ്ട് പോകും. 2 പത്രം കൊണ്ടുപോയാൽ ആരും അറിയരുത്, ഞാൻ പത്രം കൊടുക്കുകയാണെന്ന് ഓർക്കരുത്. ഇങ്ങനെ അതായത് നിങ്ങളുടെ ഒരു ഈഗോ സെക്യൂർ ചെയ്തുകൊണ്ട് മാത്രം ന്യൂട്രലായിട്ട് തട്ടിപ്പ് കാണിക്കും. അതായത് പത്രം ബോൾഡായിട്ട് കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ എന്നെ അനുഗമിക്കാൻ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയും. അവിടെയാണ് വിഷയം ഇരിക്കുന്നത്. 10:32 ഇതിൻ്റെ അടിസ്ഥാന വചനമാണ്. മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയണം. അപ്പോൾ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയാൻ പേടിയുള്ളവരാണ് ആദ്യ ദിവസം 2 ദിവസം പത്രം കൊണ്ടേ കൊടുത്ത്, 5 ദിവസം കഴിയുമ്പോൾ 1 പത്രം കൊണ്ടേ കൊടുത്ത്, ഇങ്ങനെ എല്ലാം കൂടി നക്കാപ്പിച്ച കൊടുത്ത് അവസാനിപ്പിക്കും. കൊടുക്കണതെല്ലാം ശരിയാണ്, തെറ്റില്ല. പക്ഷേ ഉള്ള പ്രോബ്ലം വെച്ചാൽ നിലപാട് തെറ്റിപ്പോയി. എന്താണ്? ആരും അറിയരുത് ഞാൻ പത്രം കൊടുക്കുകയാണെന്ന്. ഞാൻ വായിക്കാൻ വേണ്ടി പത്രം എടുത്ത് അവർക്ക് കൊടുത്തച്ച. അങ്ങനെ 30 ദിവസം കഴിഞ്ഞപ്പോൾ പത്രം എല്ലാം തീർന്നു. പക്ഷേ അതിൻ്റെ തട്ടിപ്പുണ്ട്. തട്ടിപ്പെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈഗോ ഉണ്ട്, നിങ്ങൾ ആരോ ആണെന്ന് നിങ്ങൾ ധരിക്കുന്നു, ദൈവത്തിൻ്റെ മുമ്പിൽ വിനയമില്ല. അതുകൊണ്ടാണ് പത്രോസ് പറയണത് എന്താണ്? ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വിനയത്തോടെ നിൽക്കാൻ പറയണത്. പിടിയിട്ടില്ലേ? അതാണ് 1 പത്രോസ് 5:6.
എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വിനയത്തോടെ നിൽക്കുക. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. അപ്പോൾ ഈ തക്ക സമയം എന്നുള്ളത് ഇപ്പോഴെന്താ സംഭവിച്ചിരിക്കുന്നത്? ഉടമ്പടി എടുക്കുമ്പോൾ സമയം ആരാ നിശ്ചയിക്കുന്നത്? അമ്മയാണ് നിശ്ചയിക്കുന്നത്. തക്ക സമയം മാത്രമല്ല, ആ വിഷയം അമ്മ തന്നെ നിശ്ചയിക്കും. ആ തൃശ്ശൂരത്തെ സഹോദരി പറഞ്ഞത്, ഞങ്ങൾക്ക് ഓസ്ട്രേലിയയൊക്കെ ഞാൻ ഉടമ്പടി വെച്ചത്, പക്ഷേ അമ്മ അതിനേക്കാൾ ബെറ്ററായിട്ട് ഇപ്പോൾ US മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി വിഷയം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ പ്രതീക്ഷയേക്കാൾ വലുതാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്യണമെന്നാണ് പറഞ്ഞാൽ ആ സാക്ഷി അവസാനിക്കണത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു അറിവുണ്ടല്ലോ, നമ്മളുടെ അറിവ്, നമുക്ക് ഇപ്പോൾ ഉള്ള അറിവ് അതിൻ്റെ പരിധിയിൽ നിന്നാണല്ലോ നമ്മൾ ഓരോ കാര്യം സമീപിക്കണത്. പക്ഷേ ഉടമ്പടി എപ്പോഴും വരണത് ദൈവത്തിൻ്റെ അറിവിൽ നിന്നാണ് വരണത്. നമുക്ക് അത്തരം കാര്യങ്ങൾ അറിയാൻ പാടുള്ളൂ. ഇപ്പോൾ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഓരോരുത്തർക്കും അറിയുന്നത് അറിവ് കൂടുതലാണ്. അറിവ് ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം തന്നെ അവിടുന്ന് 1971 അവിടുന്ന് അപ്പം തന്നെ പോളിടെക്നിക്കിലേക്ക് പിള്ളേർ പോകുന്നുണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടി. അവർക്ക് ഇന്ന് വിദേശത്തൊക്കെ ഓരോരോ എഞ്ചിനീയർമാരായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ആ അറിവില്ലായിരുന്നു. ഇതുപോലെ തന്നെ നമുക്ക് വരണത് ദൈവത്തിന് നമ്മൾക്കുള്ള അറിവിൻ്റെ പരിമിതികളിൽ നിന്നാണ് നമ്മൾ വിഷയം വെക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നൽകാൻ കഴിയുള്ളതാണ് ദൈവം. നമ്മൾ ആഗ്രഹിക്കുന്ന എഫേസ്യസിന്റെ ലേഖനമാണ്, അതായത് 3:20 എഫേസ്യസ് 3:20 വായിച്ചോളൂ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ, അത് ഏറ്റു പറഞ്ഞ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. അപ്പം നമ്മുടെ തലമുറ കഴിഞ്ഞാലും ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? തലമുറകൾ തോറുമാണ്. നമ്മുടെ വിശ്വാസത്തിന് തലമുറ കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ വിശ്വാസം നിന്ന് പോകരുത്. അത് കാര്യം മക്കളെ നമ്മൾ വിശ്വാസം പഠിപ്പിക്കുന്നത് എന്തിനാണ്? അത് ദൈവ പദ്ധതിയാണ്. എഫേസ്യസ് 3:20 ഞാനൊരു വീട്ടിൽ എൻ്റെ ഒരു പ്രത്യേക കാര്യം, എൻ്റെ ഒരു ലിറ്റററി വർക്കിന് വേണ്ടി ഒരു വീട്ടിൽ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതി തരാൻ വേണ്ടി ഒരു റൈറ്ററിനെ കാണാൻ പോയി. അപ്പോൾ ഞാൻ അവിടെ വീട്ടിൽ ആ വർക്ക് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഉടമ്പടിയെക്കുറിച്ച് അവരോട് സംസാരിച്ചു. അവരിങ്ങനെ ഉടമ്പടിയൊന്നും ചെയ്യണ ആൾക്കാരല്ല. കാരണം അവരുടെ സമയം രണ്ടുപേരും ആ രീതിയിലാണെന്നുള്ള രീതിയിലാണ് അവരുടെ മനസ്സിലിരിക്കുന്നത്. എനിവേ ഞാൻ അവിടെ ചെല്ലുന്നിടത്തോളം കാലം മാതാവിനെക്കുറിച്ച് അവിടെ പറയാതിരിക്കെ പോരണത് ഞാൻ മാതാവ് എൻ്റെ ജീവിക്ക് പിടിക്കുന്നത്. കാരണം ഞാനോട് പറഞ്ഞ് നമ്മളിപ്പോഴൊക്കെ ജീവിക്കുന്ന ഫെയ്ത്ത് എന്ന് പറയണത് നമ്മുടെ ഇപ്പോൾ സാധാരണ ആൾക്കാരുടെ ഉള്ളത് വിശ്വാസമാണ് സാധാരണ ഉള്ളത്. പക്ഷേ പലപ്പോഴും ഹെവി ഡ്യൂട്ടി ചെയ്യണത് വിശ്വാസം ഹെവി ഡ്യൂട്ടി ചെയ്യത്തില്ല. ഭയങ്കര സീരിയസ് ആയിട്ടൊരു സബ്ജക്റ്റ് വന്നാൽ വിശ്വാസത്തെ നിൽക്കത്തില്ല. നമ്മളിപ്പോൾ വിശ്വാസികളാണെങ്കിലും ജെറ്റ് നടപടി വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻസ് പോലെ നിന്ന് വിറക്കണ കാണാം നമ്മൾ. അതായത് ഫെയ്ത്തിൽ നിൽക്കാത്തത് കൊണ്ടാണത് ആ വിഷയം. നമുക്ക് വിശ്വാസം ഉണ്ടേ, പക്ഷേ പെട്ടെന്നൊരു ജപ്തി നടപടി വന്ന് അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ താളം തെറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വിശ്വാസത്തിൻ്റെ താളം അപ്പം തെറ്റിപ്പോവും. അപ്പം നമ്മുടെ കയ്യിരിക്കണ വിശ്വാസം പലതും വിറക്കണ വിശ്വാസമാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞ് ഫിഡലിറ്റിയിലെ വിഷയം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കാറ്റഗിസം പോലും പൊളിച്ചെഴുതണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഇപ്പോൾ നിലവിലിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാറ്റഗിസത്തിൻ്റെ സിലബസ് കറക്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് ഫിഡലിറ്റിയിൽ കൈകാര്യം ചെയ്യേണ്ടതാണ്. എനിക്കൊക്കെ വിശ്വാസം ഈ കാറ്റഗിസത്തിൽ എനിക്ക് അത്രയ്ക്ക് തൃപ്തിയില്ലെന്ന് പറഞ്ഞു. ഉടനെ അത് അയാൾക്ക് ഇപ്പോൾ ക്യാച്ച് ചെയ്ത് അയാൾ പറയണത് അച്ഛൻ പറഞ്ഞത് ശരിയാണ്, എൻ്റെ മകനും പറയണത് ഈ കാറ്റഗിസത്തിൽ അവന് വിശ്വാസമില്ലെന്നാണ്. ഞാനൊരു ദൈവം ഇത് വിളിക്കാൻ നേരത്തെ പാണ്ടായ എൻ്റെ മകനും പറഞ്ഞത് അതാണ്, നാം ആ കാറ്റഗിസത്തിൽ പോണില്ലെന്ന്. അത് കാരണം ഈ കാറ്റഗിസത്തിൻ്റെ സിലബസിൽ അവന് വിശ്വാസമില്ലെന്നാണ് അച്ഛൻ പറഞ്ഞത് തന്നെ അവനും പറയണം. ഞാൻ പറഞ്ഞത് എന്താണ്, കാറ്റഗിസം ഫെയ്ത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടത് ഫിഡലിറ്റിയാണ്, ഫെയ്ത്ത്, വിശ്വസ്തതയാണ്. വിശ്വസ്തതയായിട്ടാണെങ്കിൽ അതിൻ്റെ അകത്ത് വിറച്ചിലില്ല, വിറക്കത്ത് എന്തെങ്കിലും വിഷയം ഉണ്ടായി വിറക്കത്തില്ല. നമ്മളെന്തുകൊണ്ടാണ് എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ വിറക്കണേ? എന്താണ്? നമുക്ക് വിശ്വാസം മാത്രം, വിശ്വാസത്തിൽ ഈ വിറയലുണ്ട്.
ഇപ്പം ലാമ്പി സ്കൂട്ടറൊക്കെ ഓടിച്ച് 60 കയറുമ്പോൾ തന്നെ തുള്ളാൻ തുടങ്ങത്തില്ലേ? ഇത് കഴിഞ്ഞ് ഹെവി ലോഡ് എടുക്കണില്ല ഈ വിശ്വാസം. പക്ഷേ വിശ്വസ്തതയാണെങ്കിൽ മാതാവ് ഏത് സമയത്ത് ഏത് കുരിശിൻ്റെ ചുവട്ടിലും മകൻ്റെ ചോര ചവിട്ടി കൂളായിട്ട് നിൽക്കണം, ഒരു പർക്കിസൻസ് ഇല്ലാതെ നിൽക്കണം, കണ്ടില്ലേ? അതാണ് സാധനം. കാരണം ആ ഒരു വിശ്വസ്തതയാണ് അവരുടെ കയ്യിലുള്ളത്. അവർ ദൈവമായിട്ട് ബിസിനസ് ചെയ്തിരിക്കണ വിശ്വസ്തത വെച്ചാണ്. ഒന്ന് പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ ഉടമ്പടി പ്രകാരം വിശ്വസ്തയോടുകൂടി അങ്ങയുടെ തിരുസന്നിധിയിൽ വ്യാപരിച്ചുകൊണ്ട് ജീവിത പ്രതിസന്ധികളുടെ മേൽ നട്ടലോടുകൂടി അപ്പോസ്തലികമായി പ്രതിരോധിക്കാൻ അമ്മയുടെ ആത്മശക്തിയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ശ്രുതികട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ കർത്താവേ, ഉടമ്പടിയിലായിരിക്കുന്ന മക്കളെ കർത്താവേ, ജീവിത ദുരിതങ്ങളെ സമർപ്പിച്ച് പാടുക. ഇത്ര നല്ല ദൈവത്തോടെ, ഇത്ര നല്ല ദൈവത്തോട് എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുമ്പിൽ കാഴ്ച ഇത്ര നല്ല ദൈവത്തോടെ, ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പം ഞാൻ പോരാൻ നേരത്ത് ഈ പയ്യന് വന്നേച്ചും പറഞ്ഞു, അച്ഛാ എൻ്റെ കാലെ തൊട്ടൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. കാര്യം അവൻ ഈ ബോക്സിങ് പഠിക്കാൻ പോവുകയാണ്, അവൻ്റെ ജോലി അതാ. അപ്പോൾ ഞാൻ പറഞ്ഞു, കാലെങ്ങനെ ഇടറിയാൻ പറ്റുക ചെയ്തിട്ടുണ്ട്, അത് നിൽക്കാൻ പറ്റത്തില്ല, അങ്ങനെ മുക്കിലിട്ട് കിടക്കുമ്പോൾ വീഴും. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ശരി നിൻ്റെ കാല് കസര കയറ്റി വെക്കാൻ പറഞ്ഞു. മുട്ട കൈ തൊട്ട് പ്രാർത്ഥിക്കാനാണ്. ഞാൻ പറഞ്ഞു ശരി. പ്രാർത്ഥിക്കാൻ ഞാൻ തുടങ്ങിയപ്പോഴേ ഇവൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എൻ്റെ അടുത്ത് വേണ്ടേ? കാര്യം എന്താണ്? ഇവനത് വിശ്വസിക്കണ്ടേ? അതുകൊണ്ട് ആ വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞു ഞാൻ. അവന് വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞപ്പോഴുണ്ട് പാപ്പ അടിക്കണം. ഇതാണ് പ്രശ്നം. തലമുറകൾ ദൈവം മഹത്വപ്പെടണം, മക്കൾ വിശ്വാസി വളരണം. മക്കൾ വല്ല പോഴത്തരവും പറഞ്ഞുകൊണ്ട് അപ്പനതും കേട്ടിരിക്കുകയാണ്. കാറ്റഗറിസത്തിൻ്റെ സിലബസ് കുഴപ്പമാണെന്ന്. കാറ്റഗറിസത്തിൻ്റെ സിലബസ് കുഴപ്പമായി കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ തലം വേറെയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ബേസിക് കാറ്റഗറിസം പോലും മക്കളെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കാലത്തിന് ശേഷം നിങ്ങളുടെ കുടുംബം അന്യം നിന്ന് പോകും. കാര്യം മക്കൾക്ക് വിശ്വാസബോധ്യമില്ലെങ്കിൽ അവർ അവിശ്വാസികളെ വിവാഹം കഴിക്കും, വിശ്വാസമില്ലാത്തൊരു വിവാഹം കഴിക്കും, എതിർ വിശ്വാസികൾ വിവാഹം കഴിക്കും. അതോടുകൂടി നീ നേടി വെച്ചതൊക്കെ ആരുടേതാകും. ഭയങ്കര സീരിയസ് വിഷയമാണ്. നിങ്ങളുടെ കാലത്ത് നിങ്ങളുടെ വിഷയം മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് നിങ്ങളൊരു പദ്ധതി ഉണ്ടാക്കുന്നത്. അതാണ് എഫേസ്യസ് 3:20. എല്ലാ തലമുറകളിലും ദൈവം മഹത്വപ്പെടേണ്ടി വരും. അതുകൊണ്ട് അവന് മക്കളും പെരക്കിടാങ്ങളും ഒക്കെ
കർത്താവിനെ അറിഞ്ഞ് ജീവിക്കാം. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, എൻ്റെ മക്കളും എന്റെ മക്കളും എൻ്റെ പേരക്കിടാങ്ങളും പേരക്കിടാങ്ങളും അങ്ങയെ അറിഞ്ഞ് ജീവിക്കുവാൻ, അറിഞ്ഞു ജീവിക്കുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ എന്നെ ഉപകരണമാകണമേ, എന്നെ ഉപകരണമാക്കണമേ, എന്നെ ഉപകരണമാക്കണമേ. എന്നെ ഉപകരണമാക്കണമേ. അപ്പോൾ ആ ഒരു ബോധം നമുക്ക് വേണം. കാര്യം നമ്മുടെ കാലത്തിന് ശേഷവും ഈ കുടുംബത്തിൽ ഈശോയെ തന്നെ ആരാധിക്കപ്പെടണം. നമ്മുടെ രക്തത്തിൽ നിന്ന് പിറന്ന കുഞ്ഞുങ്ങളെല്ലാം, എത്ര കുഞ്ഞുങ്ങൾ ഏതെല്ലാം തലമുറകൾ ഉണ്ടായാലും, കഴിഞ്ഞ ദിവസം ചക്യാത്ത് പിതാവ് ആയിട്ട് സംസാരിക്കേണ്ടി വന്നു. എറണാകുളം എന്നെ പഠിപ്പിച്ച ഗുരുവാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആലപ്പുഴ വന്നൊരു ധ്യാനം നടത്തി നോൻപിൻ്റെ അച്ഛന്മാർക്ക്. പിതാവ് പോകാൻ നേരത്ത് കൊടുത്ത സന്ദേശം പിന്നീട് ഞങ്ങളുടെ പിതാവ് അനാവറമ്പ പിതാവ് വിശദീകരിച്ച് തന്നപ്പോഴേ അവർ തമ്മിലുള്ള ഇൻബിറ്റ്വീൻ ടോക്കിൽ പറഞ്ഞു, ചക്യാത്ത് പിതാവിനെ പട്ടം കൊടുത്ത പിതാവിനെ ചക്യാത്ത് പിതാവിനെ അറിയാം. അങ്ങനെ പട്ടം കൊടുത്ത് അതിക്ക് മുമ്പ് പട്ടം കൊടുത്ത പിതാവിനെ അറിയാം, അതിക്ക് മുമ്പ് പട്ടം കൊടുത്ത പിതാവിനെ അറിയാം. അങ്ങനെ 16-ാം നൂറ്റാണ്ട് വരെ എത്തുമ്പോൾ ഒരു ഓർത്തഡോക്സ് പിതാവാണ് ചക്യാത്ത പിതാവിൻ്റെ അങ്ങേ തലക്ക് നിൽക്കണത്. പട്ടം കൊടുത്തതിൻ്റെ കാര്യം കയ്യൊപ്പ് വഴിയാണല്ലോ ഇത് അധികാരം അഭിഷേകം കൈമാറണത്. അപ്പം അതുകൊണ്ട് നമ്മളുടെ മക്കളുടെ കാലം മുഴുവനും നിൻ്റെ വിശ്വാസം പകർന്ന് പോകണം. അതിനുവേണ്ടി നീ കർത്താവിൻ്റെ ദിവസം കണ്ണീരോടെ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എഫേസ്യൻസ് 3:20 അനുസരിച്ചുകൊണ്ട് എൻ്റെ തലമുറകള് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ നീ എൻ്റെ ഗോത്രങ്ങളെ വിശ്വാസത്താൽ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. തലമുറകളോളം സ്നേഹത്തോടെ ഇത്ര നല്ല ദൈവത്തോടെ